അപ്പൊ ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ ഒരു ആരാധനാലയമാണ് കാണിക്കുന്നത്. അതിനകത്ത് എന്തോ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. കാണിക്കുമ്പോഴത്തേക്കും ഒരുപാട് പേരുടെ മുഖത്ത് എന്തോ മന്ത്രങ്ങളെല്ലാം ഇങ്ങനെ എഴുതുന്നുണ്ട്. അതിനകത്തൊരു 4-5 പേരുണ്ട്. അവരെല്ലാവരും പിതാവേ പിതാവേ എന്ന് പറഞ്ഞിട്ട് നല്ലതുപോലെ കരയുന്നു. അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരണേന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം ഈ ഒരു വരിയിൽ അങ്ങേയറ്റം ഒരു പെണ്ണിരിപ്പുണ്ട്. അവളെ കാണുമ്പോൾ മാത്രം കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട്. കാണിക്കുമ്പോൾ അവളൊരു ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ബാഗ് ആണെങ്കിൽ ഇവരുടെ നേർക്ക് ഇങ്ങനെ തിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ വെളിയിലായിട്ട് ഒരു കാറിലിരുന്ന് ഒരു റിപ്പോർട്ടർ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ്. അതിൽ പുതുതായിട്ട് ആ ഒരു റിപ്പോർട്ടറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്തൊരു പെണ്ണാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. അവളാണ് ഇത്രയും നേരം അകത്തിരുന്നത്. അങ്ങനെ അവളുടെ ബാഗിൽ ഒരു ക്യാമറയുണ്ട്. ആ ഒരു ക്യാമറയിൽ പകർത്തിയ കാര്യങ്ങളെല്ലാം അവൾ വെളിയിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു റിപ്പോർട്ടറിനെ കാണിക്കുമ്പോഴത്തേക്കും അയാൾ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതേപോലെ മതത്തിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഇന്ന് പൊളിച്ചെടുക്കണം. അതുപോലെ നിനക്ക് ഈ ഒരു ജോലിയിൽ നിൽക്കാൻ കഴിയോ ഇല്ലെന്നെല്ലാം ഇതിലൂടെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നീ റെക്കോർഡ് ചെയ്തുകൊണ്ട് വരണം എന്നും പറഞ്ഞിട്ട് ഒരു പെട്ടിയുണ്ട്. അതിനകത്തൊരു 10,000 രൂപയും വെച്ച്. അപ്പോൾ ഹീറോയിനായാലും ഇതിന് വലിയ താല്പര്യമില്ല. എന്നിരുന്നാലും അവൾക്ക് ആ ഒരു ജോലിയിൽ പിടിച്ചു നിന്നേ പറ്റും. അതുകൊണ്ട് അവൾ നേരെ അകത്തേക്ക് പോകുന്നതും ഇപ്പൊ അകത്ത് കാണിക്കുമ്പോൾ ഇവരെല്ലാവരും പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമല്ലോ. അതൊരു തുണിയെല്ലാം മൂടി വെച്ചിട്ടൊരു മുറിയാണ്. അതിനകത്തൊരു സ്ത്രീ ഇരിപ്പുണ്ട്. അതുപോലെ അവരാരാധിക്കുന്ന ആ ഒരു ദൈവം ഉണ്ടല്ലോ, അതിനെ അവർ പിതാവെന്നാണ് വിളിക്കുന്നത്. അപ്പോഴേക്കും ആ ഒരു സ്ത്രീ വെളിയിലേക്ക് വന്നിട്ട് വെളിയിലിരിക്കുന്ന അവരോട് പറയും, നിങ്ങൾ പിതാവിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സമ്മാനം അതെന്താണെന്ന് വെച്ചാൽ പിതാവിന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറും എന്ന് ആ ഒരു സ്ത്രീ പറയുമ്പോൾ ആദ്യം ഒരാൾ മുന്നിലേക്ക് വരും. അപ്പോൾ ആ ഒരു സ്ത്രീ ചോദിക്കും, ബോൺഗിൽ നിങ്ങൾ എന്ത് സമ്മാനമാണ് പിതാവിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒരു പെട്ടി ഇങ്ങനെ തുറന്നു കാണിക്കാണ്. ആ ഒരു പെട്ടിക്കകത്ത് എന്താണെന്ന് നമുക്കറിയത്തില്ല. അതേ സമയമാണ് ഈ ഒരു മൂവിയിലെ ഒന്നാമത്തെ സ്റ്റോറി പെർഫ്യൂം കാണിക്കുമ്പോഴത്തേക്കും ഒരു വീടിനകത്ത് രക്തം തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീണ് കിടക്കാണ്. അത് ഫോളോ ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു പെണ്ണ് കണ്ണാടിക്ക് മുന്നിൽ ഇരുന്നിട്ട് അവളുടെ ഒരു ചെവി എന്തോ ടേപ്പെല്ലാം വെച്ച് ഇങ്ങനെ ഒട്ടിക്കുന്നു. അതുപോലെ ആ ഒരു ഭാഗത്ത് നല്ലതുപോലെ രക്തം കാണുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ പെണ്ണിന്റെ ആ ഒരു ചെവി ഉണ്ടല്ലോ അത് മുറിഞ്ഞിട്ടുണ്ട്. അതുപോലെ അവളൊരു മേശയുടെ മുന്നിൽ ഇരുന്നിട്ട് പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറയാണ്. എന്നിട്ട് ഒരു പെർഫ്യൂമിന്റെ കുപ്പി എടുത്തിട്ട് അവൾ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം ഇതാണ് എന്നും പറഞ്ഞ് അതെടുത്ത് ആ ഒരു മേശയ്ക്കുള്ളിൽ അടച്ചു വെച്ചിട്ട് അവളെങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവളുടെ ഉള്ളിൽ നിന്നും എന്തോ സംസാരിക്കുന്നത് പോലെ, എനിക്കിതറിയാം, ഞാൻ പറയുന്നത് നീ കേൾക്കണമായിരുന്നു, അതുകൊണ്ടാണ് നീ തോറ്റത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ആ ഒരു ചെവി നീ മുറിക്കാൻ പറയുന്നതും അവൾക്കത് കേട്ടിട്ട് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ഇനി അവളുടെ ഉള്ളിലുള്ളത് പറയുന്നത് കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചെവി മുറിക്കാനായിട്ട് അത് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കത്തിയെടുത്ത് ഈ ഒരു പെണ്ണ് അവളുടെ ചെവി അങ്ങനെ കട്ട് ചെയ്യാണ്. അങ്ങനെ ആ ഒരു ചെവി മുറിച്ചിട്ടും അവളുടെ ഉള്ളിലെ ആ ഒരു ശബ്ദം അതിപ്പോഴും നിൽക്കുന്നില്ല. അവളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കണ്ട, അങ്ങനെയാണെങ്കിൽ എന്നേക്കായിട്ട് ഇത് തീർത്തേക്ക് എന്നെല്ലാം റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഇതൊന്നും സഹിക്കാൻ കഴിയാതെ ആ ഒരു പെണ്ണ് അവളുടെ കയ്യിലുള്ള ആ ഒരു കത്തിയെടുത്ത് അവളുടെ വയറിലേക്ക് ഒരു ഒറ്റക്കുത്ത് അവിടെ വെച്ച് തന്നെ ആ ഒരു പെണ്ണ് മരിക്കുകയും ചെയ്യാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സത്യത്തില് അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഒരു ആത്മാവാണ്, ഒരു ഡീമനാണ്. ആ ഒരു ഡീമൻ അവൾ മരിച്ചതിന് ശേഷം അവളുടെ ശരീരത്തിൽ നിന്നും പതിയെ ആ ഒരു രക്തമുള്ള ഭാഗത്തേക്ക് പോകുന്നത് പോലെ കാണിക്കുന്നതും അത് കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഡാഹി എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെയും അതേപോലെ തന്നെ അവളുടെ സുഹൃത്തുക്കളെയാണ് കാണിക്കുന്നത്. അതുപോലെ ഡാഹി ആണെങ്കിൽ ഇപ്പൊ പുതിയൊരു മേശ നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മേശ ഇങ്ങനെ ഓരോന്നായിട്ട് നോക്കി നോക്കി വരുമ്പോഴത്തേക്കാണ് അതിലൊരു മേശ അവൾക്ക് നല്ലതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ ഡാഹി ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഇവരെല്ലാവരും നേഴ്സിംഗിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. കൂടാതെ ഇപ്പോൾ എക്സാം നടക്കാണ്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് അത് കഴിഞ്ഞ് ഡാഹി നോക്കി ആ ഒരു മേശ ഉണ്ടല്ലോ അതും ബുക്ക് ചെയ്തിട്ട് അത് വാങ്ങി ആ ഒരു സുഹൃത്തുണ്ട് അവനെ കൂട്ടി ഈ ഒരു മേശയും കൊണ്ട് നേരെ അവളുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ ഡാഹി ആണെങ്കിലും ഡോർ തുറന്ന് അകത്തേക്ക് പോകുമ്പോൾ കൂടെ വന്ന ഒരുത്തൻ പറയുന്നുണ്ട്, അല്ല ഞാൻ ഇത് അകത്തേക്ക് കൊണ്ട് വെക്കാന്ന് പറയുമ്പോൾ അവൾ ഒരിക്കലും അതിനെ സമ്മതിക്കുന്നില്ല. അവൾ എന്തോ ഉള്ളിൽ എന്തോ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് പോലെ. അപ്പോഴേക്കും അവൻ പറയും, ശരി അങ്ങനെയാണെങ്കിൽ എനിക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം തരുമെന്ന് ചോദിക്കുമ്പോൾ ഡാഹി പറയും, ഇല്ല വീടിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് വെള്ളം എന്തായാലും ഉണ്ടാകത്തില്ല, നീ താഴെ പോയി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചോ, താഴെ തന്നെയാണെന്ന് പറയുന്നതും ഇവന് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് അവളെ ഉള്ളിലേക്ക് കയറ്റാത്തതെന്ന്. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുന്നതും അവൾ ആ ഒരു മേശയെടുത്ത് നേരെ അകത്തേക്ക് പോകുന്നു. എന്നിട്ട് ആ ഒരു മേശ നല്ലതുപോലെ ക്ലീൻ ചെയ്യുന്നു. അതേപോലെ തന്നെ അതിനുള്ള ഒരു കണ്ണാടിയുണ്ട്, അതെല്ലാം തുടച്ച് വൃത്തിയാക്കി ഈ ഒരു മേശ തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഇതിനു മുന്നേ ഒരു മേശ ഉപയോഗിച്ചിരുന്ന ആളുണ്ടല്ലോ അയാൾ പഴയ സാധനങ്ങളൊന്നും മാറ്റിയില്ലായിരുന്നു. തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോൾ ഈ ഒരു മേശ ഏതാണെന്ന് നോക്ക്. നേരത്തെ ഒരു പെണ്ണ് ആ ഒരു പെർഫ്യൂമിന്റെ കുപ്പി എടുത്തിട്ട് അടച്ചൊരു മേശ ഉണ്ടല്ലോ, അതേ മേശ തന്നെയാണിത്. ഡാഹി ആണെങ്കിലും ഇത് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ആ ഒരു പെർഫ്യൂം കാണുന്നുണ്ട്. അങ്ങനെ അവൾ ആ ഒരു പെർഫ്യൂം എടുത്തിട്ട് അതിന് താഴെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഒക്യുറേറ്റ് ചാക്സ് എന്നുള്ളൊരു പേരാണ് എഴുതിയിരിക്കുന്നത്. അത് 2-3 തവണ അവൾ വായിച്ചതിന് ശേഷം അവൾ ഗൂഗിളിൽ അതിനെപ്പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നു. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയുന്നില്ല. ഓക്കെ എന്താവട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ ആ ഒരു പെർഫ്യൂം എടുത്ത് കയ്യിലേക്ക് ഇങ്ങനെ അടിച്ച് മണത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല മണമുണ്ട്. ഓക്കെ അവൾ നല്ലതുപോലെ ഒന്നുകൂടി അടിച്ചിട്ട് ആ ഒരു റൂം മുഴുവനായിട്ടും ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു കുപ്പി മുന്നിലേക്ക് വെച്ചിട്ട് അതിൽ നിന്നും വന്ന ആ ഒരു മണം ഉണ്ടല്ലോ
അത് ആസ്വദിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു കുപ്പിയിൽ നിന്നും ആ ഒരു ഡീമൺ ഉണ്ടല്ലോ അത് പതിയെ പുറത്തേക്ക് വരുന്നു. ഡാഗി നോക്കുമ്പോഴത്തേക്കും അവൾക്ക് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാണിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഡീമൺ അവളുടെ ദേഹത്തേക്ക് കയറുന്നതും അവൾ നേരെ താഴേക്കൊന്ന് വീഴാണ്. അങ്ങനെ ഡാഗി കടന്ന് ഉറങ്ങിയതിന് ശേഷം അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അവൾ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ അവളുടെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ, ആ ഒരു പയ്യൻ, അവൻ താമസിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ അവൾ പറയും ഓക്കെ ഓക്കെ ഞാൻ ഇപ്പോൾ വരാൻ പോവാണ് എന്നും പറഞ്ഞ് പെട്ടെന്ന് റെഡി ആയിട്ട് ആ ഒരു പെർഫ്യൂം ഉണ്ടല്ലോ അതെടുത്ത് സ്പ്രേ ചെയ്തിട്ട് അതവിടെ വെച്ച് അവൾ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ ആ ഒരു കാറിൽ കയറിയിരിക്കും. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് ഫുഡെല്ലാം കഴിക്കാൻ സമയമുണ്ടെന്ന് പറയുമ്പോൾ ഡാഗി അവളുടെ ഫോണിൽ നോക്കുന്ന സമയത്താണ് അതിലൊരു മെസ്സേജ് വന്നേക്കുന്നു, അവൾ നേഴ്സിംഗ് പരീക്ഷയിൽ തോറ്റു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ചോദിക്കും അല്ല എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഹേയ് ഒന്നുമില്ല, നമുക്കിന്ന് തിയേറ്ററിൽ പോകുന്നതിന് പകരം കുറച്ച് നടക്കാൻ പോയാലോ. അങ്ങനെ ഇത് കേൾക്കുന്ന അവൻ പറയും ശരി ഞാൻ നല്ല സ്ഥലം നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ എടുത്ത് വീഴുന്ന സമയത്ത് ഡാഗിയുടെ കാലിനടിയിൽ നിന്നും ആ ഒരു ഡീമൺ ഉണ്ടല്ലോ അത് പതിയെ എന്തോ ഒരു ദുർഗന്ധം അവളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വിടുകയാണ്. ഇത് കയറ്റി വിടുമ്പോൾ തന്നെ അവൾ പെട്ടെന്ന് ചുമയ്ക്കാൻ തുടങ്ങും. എന്നിട്ട് ഡാഗി ചോദിക്കും അല്ല നീ ഈ ഒരു കാറ് എത്ര നാളായി കഴുകിയിട്ട്? ഇപ്പോൾ ഒരാഴ്ചയായതേ ഉള്ളൂ. ഇല്ലില്ല നീ ഇത് നല്ലതുപോലെ കഴുകിയിട്ടില്ല, നല്ല ദുർഗന്ധം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവൻ പറയും ഇല്ല എനിക്കൊന്നും തോന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ലില്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അവന് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് ഇവൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഓക്കെ ഞാൻ എന്തായാലും മുകളിലുണ്ടാവും എന്നും പറഞ്ഞിട്ട് ഡാഗി നേരെ മുകളിലേക്ക് അവളുടെ വേറെ 2 സുഹൃത്തുക്കളുണ്ടല്ലോ അവരെ കാണാനായിട്ട് പോകുമ്പോൾ അവർ ആൾറെഡി തന്നെ അവളെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഡാഗി ആ ഒരു നേഴ്സിംഗ് പരീക്ഷയിൽ തോറ്റെന്നുള്ള കാര്യം, പക്ഷെ അവളെ കളിയാക്കാന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും പ്ലാൻ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഡാഗി അകത്തേക്ക് കയറി വരുമ്പോൾ അവളോട് ചോദിക്കുന്നുണ്ട് ഹേയ് ഡാഗി റിസൾട്ട് എന്തായി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡാഗി പറയും ആ കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും ആ ഒരു പെർഫ്യൂമിന്റെ മണം ഉണ്ടല്ലോ അത് നല്ലതുപോലെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കും അല്ല ഇതെവിടുന്ന ഈ ഒരു പെർഫ്യൂം നല്ല മണമുണ്ടല്ലോ, ഇതെവിടെ നിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല അത് വീട്ടിലിരുന്നതാണ് എന്നെല്ലാം പറഞ്ഞു വരുമ്പോൾ അവർ പറയും അതൊക്കെ പോട്ടെ ഇതെവിടെ നിന്നാണ് വാങ്ങിച്ചേ ഞാൻ കൂടി ഒന്ന് പറഞ്ഞു തരൂ എന്നെല്ലാം ചോദിച്ച് ഡാഗിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഡാഗിക്ക് വീണ്ടും ആ ഒരു ദുർഗന്ധം ഇങ്ങനെ അടിക്കുകയാണ്. വേറെ ഒന്നുമല്ല ഇവർ രണ്ടുപേരും അടുത്തേക്ക് വരും തോറും അവൾക്ക് ആ ഒരു ദുർഗന്ധം കൂടി വരുന്നു. അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്തോ വോമിറ്റ് ചെയ്യാൻ വരുന്നത് പോലെ. ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇവരാണെങ്കിലോ ആ ഒരു പെർഫ്യൂം ഏതാണെന്നാണ് അവളോട് ചോദിക്കുന്നത്. പക്ഷെ ഡാഗിക്ക് പെട്ടെന്ന് അതിനകത്ത് നിൽക്കാൻ കഴിയാതെ വെളിയിലേക്ക് ഓടി വരികയാണ്. അങ്ങനെ ഓടി വരുന്ന സമയത്ത് ഓരോ ആളുകളും അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ അടുത്ത് നിന്നെല്ലാം നല്ല രീതിയിൽ ദുർഗന്ധം വരുന്നുണ്ട്. അങ്ങനെ ആരടുത്ത് നിൽക്കാതെ ഡാഗി അവിടെ നിന്ന് ഓടി തൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ ഒരു റൂമിനകത്തേക്ക് കയറി ആ ഒരു പെർഫ്യൂം എടുത്ത് വീണ്ടും അവളുടെ ദേഹത്തേക്ക് അടിച്ചിട്ട് ആ റൂം മുഴുവൻ ആ ഒരു പെർഫ്യൂം വീണ്ടും നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കിടക്കുമ്പോഴത്തേക്കാണ് അവൾക്ക് കുറച്ചെങ്കിലും ആശ്വാസമാവുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും അപ്പോഴും അവൾ ആ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞുള്ള ഓരോ ദിവസവും അവൾ നിർത്താതെ ആ ഒരു പെർഫ്യൂം യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ വസ്ത്രങ്ങളിൽ അടിക്കുന്നത് അല്ലാതെ വെറുതെ ഇങ്ങനെ ദേഹത്തേക്ക് അടിക്കുന്നത് ആ ഒരു മണം മാത്രമാണ് അവൾക്ക് ഇത്തിരിയെങ്കിലും സമാധാനം കൊടുക്കുന്നത്. ആ ഒരു രീതിയിൽ അവൾ ആ ഒരു പെർഫ്യൂം നല്ലതുപോലെ തന്നെ ഉപയോഗിച്ച് ഇപ്പോൾ വീടിന് വെളിയിൽ പോലും ഇറങ്ങുന്നില്ല. ഡോർ തുറന്നിട്ട് മൂക്ക് വെച്ച് വെളിയിൽ ഇങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കാണ്. അപ്പോഴും അവൾക്ക് ആ ഒരു ദുർഗന്ധം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൾ വീടിനകത്ത് തന്നെ ഇരിക്കും. ഇപ്പോൾ അവൾ വെളിയിൽ പോലും പോകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം പെട്ടെന്ന് ഈ ഒരു പെർഫ്യൂം അങ്ങ് തീർന്നു പോകും. ഡായിക്ക് ഇപ്പോൾ എന്ത് ചെയ്യണം നിർത്തിയില്ല. എടുത്ത് അടിച്ചു നോക്കുമ്പോൾ ആ ഒരു പെർഫ്യൂം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു മണം അവൾക്ക് കിട്ടുന്നില്ല. അപ്പോഴേക്കും അവൾ പെട്ടെന്ന് അവളുടെ കൈ മണത്ത് നോക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും കുളിക്കാമെന്ന് പറഞ്ഞ് അവളൊരു ടവലും എടുത്ത് നേരെ കുളിക്കാനായിട്ട് പോവാണ്. അങ്ങനെ അകത്ത് നിന്നും കുളിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും അവളുടെ ദേഹത്ത് വീണ്ടും ആ ഒരു സ്മെല്ലുണ്ട്. അവളുടെ കയ്യിൽ വീണ്ടും ആ ഒരു ദുർഗന്ധമുണ്ട്. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീണ്ടും ഉള്ളിലേക്ക് പോയിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ട് വീണ്ടും ആ ഒരു കൈ മാത്രം ഇങ്ങനെ കഴുകാണ്. കഴുകിയിട്ട് മണത്ത് നോക്കുമ്പോൾ ആ ഒരു സ്മെല്ല് പോകുന്നില്ല. വീണ്ടും അവൾ കൈ കഴുകുന്നു. എന്നിട്ട് മണത്ത് നോക്കുമ്പോൾ വീണ്ടും പോകുന്നില്ല. അങ്ങനെ അവളുടെ കൈ തന്നെ ആ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലതുപോലെ സ്ക്രബ് ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ കുറേ കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് അവളുടെ കൈ മുറിയുന്ന രീതിയിൽ അവളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ആ ഒരു ദുർഗന്ധം അവളുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല. കാണിക്കുമ്പോഴത്തേക്കാണ് അവളുടെ മൂക്കിൽ നിന്നും രക്തം വരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ വെളിയിൽ ആ ഒരു സുഹൃത്തുണ്ടല്ലോ അവനിപ്പോൾ അവളെ തിരക്കി വീട്ടിലേക്ക് വന്നു. അവൾ ഡോർ തുറക്കാത്തത് കൊണ്ട് ഇവൻ പതിയെ ഡോർ തുറന്ന് ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ വെളിച്ചമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മൊബൈലിന്റെ ആ ഒരു ലൈറ്റിൽ അവൻ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ കിച്ചണൊന്നും വൃത്തിയാക്കിയിട്ടില്ല. അതേപോലെ തന്നെ മുറികളൊന്നും അവൾ വൃത്തിയാക്കിയിട്ടില്ല. കൂടാതെ അവൾ വാങ്ങിച്ച ആ ഒരു മേശയുണ്ടല്ലോ അതിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു കണ്ണാടിയെല്ലാം പൊട്ടിച്ചു വെച്ചേക്കുന്നു. അങ്ങനെ ഡാഗിയെ വിളിച്ചിട്ട് അകത്തൊരു റൂമിനകത്തേക്ക് കയറി വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു റൂമിന്റെ ഡോർ അങ്ങ് അടയാണ്. ആരാണ് അടച്ചതെന്ന് അറിയത്തില്ല. ആ ഒരു സമയത്ത് അവൻ ഹേ ഡാഗി നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അടുത്തൊരു റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു, ആരോ സംസാരിക്കുന്ന പോലെ. അപ്പോൾ അവൻ പെട്ടെന്ന് ഹേയ് നീ അവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് കുറച്ച് മുന്നിലേക്ക് നടക്കുന്നതും പെട്ടെന്ന് ഈ ഒരു പൊട്ടിയ കണ്ണാടി പീസിൽ അവൻ ചവിട്ടി കൊടുക്കും. അങ്ങനെ കാല് മുറിഞ്ഞിട്ട് അവൻ താഴേക്കിരുന്ന് കാലിൽ കയറിയ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് വലിച്ചൂരി കുറച്ച് മുന്നിലേക്ക് കൈവയ്ക്കുന്ന സമയത്താണ് അവിടെ രക്തമുണ്ട്. അതുമല്ല അവന്റെ കൈ തിരിഞ്ഞു നോക്കുമ്പോൾ
കയ്യിൽ എന്തോ പറ്റിയിരിക്കുന്നു. അതെന്താണെന്ന് ശ്രദ്ധിക്കുമ്പോഴത്തേക്കാണ് അതേതോ ഒരു ശരീരഭാഗമാണ്. ഇതും കൂടി കണ്ട് അവൻ പേടിച്ച് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് ഡാഗി പോവരുത് പ്ലീസ് എന്നെ സഹായിക്കെന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ആഹാ കാണിക്കുമ്പോ എന്താണെന്ന് വെച്ചാല് അവളുടെ ആ ഒരു മൂക്കുണ്ടല്ലോ അത് അവള് മുറിച്ചു വെച്ചേക്കാണ്. എന്നിട്ട് അവന്റെ അടുത്തേക്ക് വന്ന് പ്ലീസ് എന്നെ സഹായിക്കാൻ പറയുമ്പോ അവൻ പറയും ഹേയ് മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ തള്ളിക്കളയും. അങ്ങനെ താഴെ വീഴുമ്പോഴത്തേക്കും അവളുടെ ഉള്ളിലുള്ള ആ ഒരു ഡീമൻ ഉണ്ടല്ലോ പെട്ടെന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ അവനെ കൊല്ലെന്ന് പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ സംസാരിക്കുമ്പോ ഡാഗി പെട്ടെന്ന് അടുത്തുള്ള ഒരു പൊട്ടിയ കണ്ണാടി പീസ് ഉണ്ട് അത് എടുത്തുകൊണ്ട് വന്ന് അവനെ ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് അവനെ തള്ളി താഴേക്കിട്ട് അവന്റെ മുകളിലേക്ക് കയറി ഇരുന്ന് കുത്തി കൊല്ലാനായിട്ട് വരുമ്പോ അവനാണെങ്കിൽ അത് ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അടുത്തുള്ള ആ ഒരു പെർഫ്യൂമിന്റെ കുപ്പി ഉണ്ടല്ലോ അതെടുത്ത് അവളുടെ തലയിലേക്ക് ഒരു ഒറ്റയടി കൊണ്ട് അവൾ നേരെ താഴേക്കൊന്ന് വീഴും. അങ്ങനെ അവൻ അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് അവന്റെ ഫോൺ എടുത്തിട്ട് ആരെയോ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ച് അടുത്തുള്ള ഒരു ടേബിളിനടുത്തേക്ക് എത്തുമ്പോൾ അവിടെ എന്തോ ഒരു പേപ്പർ ഇരിക്കുന്നു. ആ ഒരു പേപ്പർ എടുത്ത് അവൻ വായിച്ചു നോക്കുമ്പോഴത്തേക്കും അങ്ങനെ അവിടെ നിന്ന് വെളിയിലേക്ക് ഓടുന്ന സമയത്താണ് പെട്ടെന്ന് അവള് പുറകിലൂടെ വന്ന് ആ ഒരു പൊട്ടിയ കണ്ണാടി പീസ് ഉണ്ടല്ലോ അത് വെച്ച് അവന്റെ കഴുത്തിലേക്ക് കുത്തി അവനെ അവിടെ വെച്ച് കൊല്ലാണ്. അങ്ങനെ അവൻ കുത്തുകൊണ്ട് താഴെ ഇരിക്കുമ്പോൾ ഉള്ളിലുള്ള ആ ഒരു ഡീമൻ അവനോട് പറയുന്നുണ്ട് ഇപ്പൊ മരിച്ചതിൽ നീ സന്തോഷിക്ക്, നിന്നെ എനിക്ക് ബലിയായിട്ട് കിട്ടിയിരിക്കുകയാണ് എന്നും പറഞ്ഞ് ഇപ്പോൾ നിന്റെ ഏത് ശരീരഭാഗമാണ് മുറിക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നതും ഈ ഒരു സ്റ്റോറിയുടെ വെച്ച് അവസാനിക്കുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്ത ആ ഒരു മൂക്ക് അതേപോലെ തന്നെ അവന്റെ ഏതോ ഒരു ചെറിയ ശരീരഭാഗം ഇതെല്ലാം കൂടിയാണ് നേരത്തെ ഒരുത്തൻ ആ ഒരു ബോക്സിൽ ഇങ്ങനെ തുറന്നു കാണിച്ചല്ലോ അതിനുള്ളിൽ ഇരിക്കുന്നത്. അങ്ങനെ ഇത് കൊടുത്തിട്ട് ആ ഒരുത്തൻ പറയുന്നുണ്ട് പിതാവ് എനിക്കിത് കിട്ടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നിരുന്നാലും ഞാൻ നല്ലതുപോലെ പേടിച്ചു, എനിക്ക് ആ ഒരു ആഗ്രഹം നല്ലതുപോലെ നടക്കണം എന്നെല്ലാം പറഞ്ഞിങ്ങനെ കരയാൻ തുടങ്ങുമ്പോൾ ആ ഒരു സ്ത്രീ പറയും ഡോങ്ഹിൽ പിതാവ് ഇതുവരെയും അതൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ട് നീ പുറകിലേക്ക് പോയിരിക്കെ എന്ന് പറയുന്നതും അവൻ പുറകിലേക്ക് വന്നിരുന്നിട്ട് ബാക്കി എല്ലാവരും വീണ്ടും കരഞ്ഞുകൊണ്ടിങ്ങനെ പറയാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരണമെന്നും പറഞ്ഞിട്ട് ഒരു സ്ത്രീ ആണെങ്കിൽ നല്ലതുപോലെ കരയുന്നുണ്ട്. അതേ സമയമാണ് നമ്മുടെ ഹീറോയിന്റെ ചെവിയിൽ ഒരു ഇയർഫോൺ ഇരിപ്പുണ്ട്. അപ്പോൾ വെളിയിലുള്ള ആ ഒരു റിപ്പോർട്ടർ ഇപ്പോൾ ഹീറോയിനോട് പറയും നീ ആ ഒരു ക്യാമറയായിട്ട് നേരെ വെളിയിലേക്ക് വാ എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ പതിയെ എഴുന്നേറ്റ് ആ ഒരു ബാഗ് തൂക്കി വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ വരികയാണ്. അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിയതും ആ ഒരു റിപ്പോർട്ടർ പറയും ശരി നീ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്തുള്ള ആരെങ്കിലുമായിട്ട് ഒരു അഭിമുഖം നടത്തണം, അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ എന്തായാലും ഹീറോയിൻ അത് ചെയ്യാൻ കഴിയത്തില്ല. ശരി ഞാൻ അമ്മയുമായിട്ട് സംസാരിക്കാന്ന് പറയുമ്പോൾ അവൻ പറയും ശരി എന്തൊക്കെയാവട്ടെ നീ എന്തായാലും ലൈവായിട്ട് അതെല്ലാം റെക്കോർഡ് ചെയ്യ്, എനിക്കിപ്പോൾ സമയമില്ല ഞാൻ കുറച്ച് തിരക്കിലാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാമറ മുകളിലേക്ക് ആക്കുന്നത് അതിനകത്തുനിന്ന് ഒരാൾ ഇറങ്ങി വന്ന് ഹീറോയിനോട് ചോദിക്കും അല്ല നീ എന്താ അവിടെ ചെയ്യുന്നേ, പെട്ടെന്ന് അകത്തേക്ക് വാ, അമ്മ ഇപ്പോൾ പ്രാർത്ഥിക്കാണ് അകത്തേക്ക് വാന്നും പറഞ്ഞ് ഹീറോയിനെ വിളിക്കുമ്പോൾ ഹീറോയിനായാലും അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ തന്നെ പതിയെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ ഒരു ബാഗ് അവിടെ വെച്ച് ആ ഒരു ക്യാമറ പതിയെ ഇങ്ങനെ തിരിച്ചു വെക്കുന്നതും അകത്ത് നിൽക്കുന്ന ആ ഒരുത്തനാണെങ്കിൽ ആ ഒരു ഡോർ അങ്ങ് ലോക്ക് ചെയ്യാണ്. അതേസമയം അകത്തൊരു പെണ്ണ് അവളാണെങ്കിൽ അവൾ കൊണ്ടുവന്ന ആ ഒരു സമ്മാനം മുന്നിലേക്ക് വെച്ചിട്ട് അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതുമല്ല അവൾ കൊണ്ടുവന്ന ആ ഒരു സമ്മാനം എന്താണെന്ന് തുറന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു സ്റ്റോറി ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്കും കൂടുതലും ഓരോ ആൾക്കാരുടെ ശരീരഭാഗങ്ങളാണ് കൊണ്ടുവരുന്നത്. അതിനെല്ലാം ഓരോ കഥയുണ്ട്. അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റോറിയാണ് കാണിക്കുന്നത്. പ്രേതത്തെ കണ്ട ആൺകുട്ടി എന്നാണ് ഈ ഒരു സ്റ്റോറിയുടെ പേര്. കാണിക്കുമ്പോൾ ഒരു പയ്യനെ വെള്ളത്തിനടിയിൽ തല മുക്കി ഇങ്ങനെ പിടിച്ചേക്കാണ്. അവനാണെങ്കിൽ ശ്വാസം കിട്ടുന്നില്ല. ഒരുപാട് നേരമായിട്ട് പിടിച്ച് അവസാനം ശ്വാസം കിട്ടാതെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് അവനെ വലിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് അവനോടൊപ്പം ഇപ്പോൾ ഒരു 4 പേരുണ്ട്, ഒരു പെൺകുട്ടിയും അതേപോലെ തന്നെ 3 പയ്യന്മാരും. അതിൽ 2 പേര് ചേർന്നിട്ട് ഇവൻ ആ ഒരു വെള്ളത്തിലേക്ക് വീണ്ടും എടുത്ത് മുക്കി കരയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവൻ പറയുന്നത് ഏയ് ഞാൻ എന്ത് ചെയ്തിട്ടാ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറയുമ്പോൾ അവരാണെങ്കിലും ഇവനെ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുകയാണ്. നീ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കഴിയത്തില്ല മണ്ടൻ, പ്രേതത്തെ കാണുന്നെല്ലാം പറഞ്ഞിട്ട് എവിടെ പ്രേതം എന്നെല്ലാം പറഞ്ഞ് അവനെ ഒരുപാട് ഇങ്ങനെ കളിയാക്കാണ്. വേറെ ഒന്നുമല്ല ഈ ഒരു പയ്യന് പ്രേതത്തെ കാണാൻ കഴിയുമെന്ന് ഇവരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് പ്രേതത്തെ കാണണം, നീ പറയുന്നതെല്ലാം കള്ളമാണ്, നീ ഒരു മണ്ടനാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ റിയലായിട്ട് പ്രേതത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെ ഈ ഒരു വെള്ളത്തിൽ മുക്കി കൊല്ലുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഇവനെ ഇങ്ങനെയിട്ട് കളിപ്പിക്കുന്നത്. അപ്പോൾ ഇവരുടെ കൂടെയുള്ള ആ ഒരു പെണ്ണ് പറയുന്നുണ്ട് ഹേയ് അടങ്ങിയിരിക്കും, ചിലപ്പോൾ അവൻ അങ്ങനെ തോന്നുന്നതായിരിക്കും, നിങ്ങളത് വലിയ കാര്യമാക്കണമെന്നല്ല ആ ഒരു പെണ്ണ് പറയുമ്പോൾ ഇവർ 3 പേരും അത് കേൾക്കുന്നില്ല. അപ്പോഴേക്കും അവൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അവൻ വെറും ഒരു മണ്ടനാണ്, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങളതെല്ലാം വിശ്വസിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ. അപ്പോഴാണ് അവൻ പറയുന്നത് ഇല്ല ശരിക്കും പ്രേതങ്ങളുണ്ട്, ഞാൻ അതിനെ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അവൻ ചോദിക്കും ഓക്കെ ഇപ്പോൾ നീ പ്രേതത്തെ എന്ന് കാണിക്കേ എന്ന് ആ കസാരയിൽ ഇരിക്കുന്നവൻ അവനിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് എനിക്കത് നിങ്ങളെ കാണിക്കാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഓക്കെ അതെവിടെയാണുള്ളതെന്ന് പറയാൻ പറയുമ്പോൾ അവൻ ആ ഒരു മുറിയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ നോക്കിയിട്ടാണ് പെട്ടെന്ന് ആ ഒരു ചെയറിലിരിക്കുന്നുണ്ടല്ലോ അവനെ നോക്കിയിട്ട് പറയും നിന്റെ തോളിലിരിക്കുന്നെന്ന് പറയുന്നതും എന്താണെന്ന് വെച്ചാൽ അവന്റെ തോളിൽ ഒരു പ്രേതമുണ്ട്. പക്ഷെ ഈ ഒരു പയ്യന് മാത്രമേ അത് കാണാൻ കഴിയത്തുള്ളൂ. ഇത് കേൾക്കുമ്പോൾ അവൻ പെട്ടെന്ന് പേടിച്ച് എഴുന്നേറ്റിട്ടാണ് ബാക്കി എല്ലാവരും ചിരിക്കാൻ തുടങ്ങും. അപ്പോൾ അവൻ പറയും ശരി
അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് ഞങ്ങളെ പ്രേതത്തെ കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നും പറഞ്ഞിട്ട് അവനെ വീണ്ടും ആ ഒരു വെള്ളത്തിലേക്ക് മുക്കി തിരിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത്, ഇല്ലില്ല, ഞാൻ എന്തായാലും ഇന്ന് പ്രേതത്തെ കാണിക്കാം എന്ന് പറയുമ്പോൾ, ഒരു തവണ കൂടി വെള്ളത്തിൽ മുക്കണോ എന്ന് ചോദിക്കുന്നത് ഇവൻ പറയും, ഇല്ലില്ല, വേണ്ട വേണ്ട, ശരി, നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പ്രേതത്തെ കാണിച്ചു തരാം. പക്ഷെ അതിനു വേണ്ടിയിട്ട് എനിക്ക് റൂമിലേക്ക് പോകണം, അതിനു വേണ്ടിയിട്ട് ചെറിയൊരു മന്ത്രവാദ ചടങ്ങ് ചെയ്യണം, അതിനുള്ള സാധനങ്ങളെല്ലാം വീട്ടിലിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ പെണ്ണിനോടൊപ്പം ഇരിക്കുന്നവനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് ബാക്കി രണ്ടുപേരോട് പറയും, ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് പ്രേതത്തെ കാണിക്കേ, ഞങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യാം എന്നും പറഞ്ഞിട്ട് കൂടെയുള്ള ആ രണ്ടുപേരോട് പറയും, ശരി, നിങ്ങൾ അവനോടൊപ്പം പോ, അവൻ എടുക്കുന്ന സാധനങ്ങളെ എടുത്തിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കുടിക്കാനായിട്ട് കുറച്ച് മദ്യം വാങ്ങി നിങ്ങൾ ഇവിടേക്ക് വാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ആ ഒരുത്തനെയും കൂട്ടിയിട്ട് അവരുടെ കൂടെയുള്ള ആ രണ്ടുപേരുണ്ടല്ലോ, അവർ മൂന്നുപേരും നേരെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവന്റെ വീട്ടിലേക്ക് വന്നിട്ട് അവൻ ഈ ഒരു സാധനങ്ങളിൽ എടുക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും വെയിറ്റ് ചെയ്തിട്ട്, ഹേയ്, എന്താ ഇത്ര താമസം എടുക്കുന്നത് എന്നും പറഞ്ഞ ആ ഒരു പയ്യന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കുപ്പിയിൽ എന്തോ ഒരു മദ്യം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നു, എന്തോ പ്രത്യേകതരം വേരുകളെല്ലാം ഇട്ട് ഉണ്ടാക്കിയൊരു മദ്യമാണ്. അപ്പൊ അവൻ വന്ന് അത് വാങ്ങിയിട്ടാണ്, ഹേയ്, ഇതിവിടെ ഇരുന്നിട്ടാണോ ഞങ്ങൾക്ക് തരാഞ്ഞേ? അപ്പോൾ അവൻ പറയും, ഇല്ല, അത് പ്രേതങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് പ്രേതങ്ങളെ കാണാൻ കഴിയൂ എന്ന് പറയുന്നതും, ഓക്കെ ശരി, ബാ, നമുക്ക് എന്തായാലും പോവാന്നും പറഞ്ഞ് ബാക്കി സാധനങ്ങളെല്ലാം എടുത്തിട്ട് അവനെയും കൊണ്ട് ഇവർ നേരെ താഴേക്ക് വരികയാണ്. അതുമല്ല, ഇവർ വാങ്ങിയ ബിയറും മറ്റു കുപ്പികളെല്ലാം ഇവന്റെ തോളിലാണ് ഇങ്ങനെ തൂക്കിയിരിക്കുന്നത്. ഇവനെ കാണുമ്പോൾ ഒരു മണ്ടനെ പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവനെ നല്ലതുപോലെ ഉപദ്രവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കാണിക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി നേരെ താഴേക്ക് വന്നിട്ട് അവനോട് പറയും, ശരി, നീ അതിനുള്ള ചടങ്ങുകളൊക്കെ ചെയ്യ്, ഞങ്ങളിവിടെ ഇരിക്കാം എന്നും പറഞ്ഞ് ഇവർ നാലുപേരും നല്ലതുപോലെ കുടിക്കുന്നു. അങ്ങനെ അവനാണെങ്കിലും അവിടെ എന്തൊക്കെയോ കളങ്ങളെല്ലാം വരച്ചിട്ട് ഈ തിരികളെല്ലാം കത്തിച്ചു വെച്ച് അവൻ എന്താ പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഇവരെല്ലാവരും പറയുന്നുണ്ട്, ഒരുപക്ഷെ അവൻ പറഞ്ഞതുപോലെ പ്രേതങ്ങളുണ്ടെങ്കിലോ? അപ്പോൾ ആ ഒരു പെണ്ണു പറയും, ഹേയ്, നിർത്ത്, അവൻ എന്തെങ്കിലും മണ്ടത്തരം പറയും. അത് കേട്ട് നിങ്ങൾ നിൽക്കണോ, നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് ആ ഒരു കുപ്പിയിലുള്ള മദ്യം ഉണ്ടല്ലോ അതുമായിട്ട് ഇവരുടെ മുന്നിലേക്ക് വന്ന് നിൽക്കാണ്. അപ്പോൾ ഇവർ ചോദിക്കും, ഹേയ്, ഇത്രയും നേരമായിട്ട് നീ എന്താ അത് ഞങ്ങൾക്ക് തരാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, അത് ആദ്യം പ്രേതത്തിന് കൊടുക്കണം, പ്രേതം കുടിച്ചതിന് ശേഷം നിങ്ങൾക്കത് തന്നു കഴിഞ്ഞാലേ നിങ്ങൾക്കും പ്രേതത്തിനെ കാണാൻ കഴിയൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മദ്യം ഇവർക്ക് നാലുപേർക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ്. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ആ ഒരു പയ്യന്മാരുണ്ടല്ലോ അവര് മൂന്നുപേരും അത് പെട്ടെന്ന് കുടിക്കും. പക്ഷെ ആ ഒരു പെണ്ണ് കുടിക്കത്തില്ല. ഇവർ കുടിച്ചു കഴിഞ്ഞ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവള് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുടിച്ചു കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് ഇവള് പെട്ടെന്ന് ആ ഒരു പയ്യനെ നോക്കുന്നു. അവന്റെ മുഖമെല്ലാം എന്തോ മാറിയതുപോലെ. അതേ സമയം ഇവര് മൂന്നുപേരും കുടിച്ചു കഴിഞ്ഞതും പെട്ടെന്ന് അവർക്ക് വയറുവേദനിക്കാൻ തുടങ്ങാണ്. അതുമല്ല, ഇവർ മൂന്നുപേരും പെട്ടെന്ന് ഛർദ്ദിക്കുകയും ചെയ്യുന്നു. കൂടാതെ നല്ലതുപോലെ വയറുവേദന എടുത്തിട്ട് മൂന്നുപേരുടെ ബോധം പോകുന്നതും അവനിപ്പോ കൈയടിച്ച് ചിരിക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു പയ്യൻ ഈ ഒരു പെണ്ണിനെ നോക്കിയിട്ട് നീ അത് കുടിക്കണമെന്ന് പറയുന്നതും അവള് പെട്ടെന്ന് പേടിച്ച് അലറി വിളിക്കുമ്പോൾ ഇവൻ അവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ ഓടിപ്പോവും. അങ്ങനെ ഈ ഒരു പെണ്ണായാലും അവരുടെ അടുത്തേക്ക് ഒന്ന് അവരെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ അവരാരും എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് അതിലൊരുത്തൻ പെട്ടെന്ന് എഴുന്നേൽക്കുന്നത്. അവനിപ്പോ ആ ഒരു വയറുവേദന ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവർ മൂന്നുപേരും എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ആദ്യം തന്നെ ആ ഒരു പെണ്ണിനെയാണ് തിരക്കുന്നത്. പക്ഷെ അവൾ എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. അതേ സമയം ആ ഒരു പയ്യൻ അവൻ പെട്ടെന്ന് ഹേയ് കൂട്ടുകാരെ, നമുക്ക് കളിക്കാനായിട്ട് പോവാന്നിങ്ങനെ പറയുന്നതും ഈ ഒരു ശബ്ദം കിട്ടി ഇവർ രണ്ടുപേരും എന്തായാലും അവനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ ആ ഒരു റൂമിനകത്തേക്ക് ഓടി ഇങ്ങനെ കയറാണ്. അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിനകം മുഴുവനായിട്ടും ഒരുപാട് മന്ത്രങ്ങളെല്ലാം എഴുതി എന്തൊക്കെയോ ഒട്ടിച്ചു വെച്ചേക്കുന്നു. അപ്പൊ അതിലൊരുത്തൻ പറയുന്നുണ്ട്, ഇവനെ എന്തായാലും വെറുതെ വിടാൻ പാടില്ല, ഇതിനകത്ത് വെച്ച് ഇവനെ തീർക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടു വശത്തായിട്ട് ഇങ്ങനെ നടന്നു പോകും. എന്നിട്ട് റൂമിലെല്ലാം ഇങ്ങനെ പരിശോധിക്കും. ആ ഒരു സമയത്ത് ഇവരുടെ കൂടെയുള്ള വേറൊരുത്തൻ ആ റൂമിന് വെളിയിൽ നിന്നിട്ട് ഈ ഡോർ അടച്ചിങ്ങനെ പിടിച്ചേക്കാണ്. ആ ഒരു സമയം കാണിക്കുമ്പോൾ ശരീരം മുഴുവൻ രക്തമായിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നു. മുകളിലേക്ക് നോക്കി ഇവൻ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പതിയെ അയാളുടെ മുന്നിലൂടെ നടന്നിങ്ങനെ പോവാണ്. നല്ല പേടിയുണ്ട്. എന്നിട്ട് പതിയെ നടന്ന് അവൻ താഴേക്കിനെ ഇറങ്ങിപ്പോന്നു. അതേസമയം ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരുത്തനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് ആ ഒരു പയ്യനെ കണ്ടുപിടിച്ച് അവന്റെ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അതിനകത്ത് ആരോ ഇരിക്കുന്നു. ഒരുപാട് തിരികളെല്ലാം ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവൻ ചോദിക്കും, ഹേയ്, നിനക്കെന്താ ഭ്രാന്താണോ, നീ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്തെന്ന് ചോദിക്കുമ്പോ ആ ഒരു പയ്യൻ പറയും, നീയല്ലേ ചോദിച്ചത്, നിനക്കല്ലേ പ്രേതത്തെ കാണണമെന്ന് പറഞ്ഞത്, ദേ ഇവിടെയുണ്ട് എന്നും പറഞ്ഞ അവൻ ഇങ്ങനെ ചിരിക്കുന്നതും ആ മുന്നിലിരിക്കുന്നത് ഒരു പ്രേതമായിരുന്നു. കാണിക്കുമ്പോൾ അയാൾ പതിയെ എഴുന്നേറ്റ് നിൽക്കുന്നതും അത്രയും ഉയരമുണ്ട്. എന്നിട്ട് പതിയെ എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് നടന്നു വരുന്നതും അവൻ ഒരു നിമിഷം പോലും അവിടെ നിൽക്കത്തില്ല. ഒരു ഒറ്റ ഓട്ടം വെളിയിലേക്ക്. അതേസമയം വെളിയിലുള്ള ഒരുത്തനുണ്ടല്ലോ, അവൻ ഇങ്ങനെ ഓടി വരുന്ന സമയത്താണ് പുറകിലെ എന്താ ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയും ഈ ഒരു മന്ത്രവാദിനിയെ പോലെയുള്ള ഒരു പ്രേതം അതൊന്ന് രണ്ടിടങ്ങളിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നതും അകത്ത് കാണിക്കുമ്പോൾ ഇവനാണെങ്കിൽ പേടിച്ചതിനെ ഓടല്ലേ. ഇവനിങ്ങനെ ഓടി വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും അവന്റെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ, അവൻ താഴെ എന്തോ ഇങ്ങനെ നോക്കാണ്. ഹേയ് ബാ പോവാന്ന് പറയുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് എന്റെ കണ്ണ് നീ കണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നതും അവന്റെ രണ്ട് കണ്ണ് ചൂഴ്ന്നെടുത്ത് വെളിയിലിട്ടേക്കുന്നു. ഇത് കണ്ട് അവൻ പെട്ടെന്ന് പേടിച്ച് വെളിയിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ പുറകെ ആ ഒരു ഉയരമുള്ള പ്രേതം വന്നിരുന്നല്ലോ, അത് വന്ന് ഈ ഒരു പയ്യനെ തൂക്കിയെടുത്ത്
അവന്റെ കഴുത്ത് ഞെരിച്ച് തന്നെ അവനെ അവിടെ വെച്ചങ്ങ് കൊല്ലുകയാണ്. അതേസമയം വെളിയിലെ താഴെയുള്ള ഒരുത്തൻ അവൻ പേടിച്ച് മറ്റൊരു വശത്തേക്ക് ഓടുമ്പോഴത്തേക്കും അവൻ പോകേണ്ട ആ ഒരു ഭാഗത്ത് ഒരു പെണ്ണിങ്ങനെ തൂങ്ങി നിൽക്കുന്നു. അതും ഒരു പ്രേതമാണ്. എന്തായാലും അവന് മനസ്സിലായി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ കഴിയത്തില്ല എന്ന്. അതുകൊണ്ട് അവൻ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ആ ഒരു പെണ്ണിന്റെ അടുത്തൂടെ എന്തൊക്കെയോ മന്ത്രങ്ങൾ പറഞ്ഞിട്ട് അവൻ വെളിയിലേക്ക് ഇങ്ങനെ പോകുന്നു. അങ്ങനെ ഓടി ഓടി വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവന്റെ കാലിൽ ഒരു കയറിങ്ങനെ കുരുങ്ങുന്നതും ആ ഒരു പ്രേതം തന്നെയാണ് അവനെയും പിടിച്ചിട്ടുള്ളത്. എന്നിട്ട് അവനെ വലിച്ചടുത്തേക്ക് എടുത്ത് ആ ഒരുത്തനെ കയറിൽ തൂക്കി അവനെ അവിടെ വെച്ച് കൊല്ലുന്നു. ഇനി ബാക്കിയുള്ളത് ഒരുത്തൻ മാത്രം. അവനാണെങ്കിലോ പേടിച്ചിങ്ങനെ ഓടുമ്പോ ആ ഒരു പയ്യനുണ്ടല്ലോ അവൻ പുറകെ തന്നെ ചിരിച്ചിങ്ങനെ വരികയാണ്. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരുത്തൻ ഒരിടത്ത് ഒളിച്ചു നിൽക്കുന്നു. അപ്പൊ ഈ ഒരു പയ്യൻ വന്നിട്ട് ഹേയ് നീ എവിടെയാ ഒളിച്ചു നിൽക്കുന്നേ എന്നും പറഞ്ഞ് ഇവൻ അടുത്തേക്ക് ഇങ്ങനെ വരുന്നതും അവൻ പെട്ടെന്ന് പിടിച്ചിട്ട് ഇവൻ ഇടിച്ച് നിനക്ക് എന്താ വേണ്ടത്, ഞങ്ങൾ എല്ലാവരെയും കൊല്ലാൻ പോവാണെന്ന് ചോദിക്കുമ്പോ പ്രേതത്തെ കാണണമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു പയ്യനെ ഒരുപാടിട്ട് ഉപദ്രവിച്ചതല്ലേ ഇപ്പൊ അനുഭവിച്ചോ എന്ന് തന്നെയാണ് കാണുന്നത് നമുക്ക് തോന്നുന്നത്. അപ്പോഴേക്കും ആ ഒരു മണ്ടൻ പയ്യൻ അവൻ മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രേതം വീണ്ടും ഇവന്റെ പുറകെ തന്നെ വരുന്നു. ഇത് കാണുമ്പോ ആ ഒരു പയ്യൻ വീണ്ടും അവിടെ നിന്ന് ഓടാണ്. ഓടി ഓടി ഇവരെ കുടിച്ചല്ലോ ആ ഒരു സ്ഥലത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ടെസ്റ്റ്. ഇവരുടെ എല്ലാവരുടെ ശരീരം അവിടെ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവര് മരിച്ചില്ലേ? ഇനി ഇവരുടെ ആത്മാവാണ് വെളിയിലേക്ക് വന്നത് എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. അതേസമയം ആ ഒരു പയ്യൻ അവിടേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവൻ പറയുന്നത് പ്ലീസ് ഇനിയെങ്കിലും നിർത്ത്, എനിക്ക് മതിയായി, നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഇനിയെങ്കിലും നിർത്തിലാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോ ഇനി നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം എന്നും പറഞ്ഞ് പുറകിലേക്ക് കൈ കാണിച്ചിട്ട് അവൻ ഇങ്ങനെ നടന്നു പോകുന്നതും ഇവൻ അങ്ങനെ നിൽക്കുമ്പോ എന്താണെന്ന് വെച്ചാല് ഇവന്റെ പുറകിലായിട്ട് ആ ഒരു 3 പ്രേതങ്ങളും ഉണ്ട്. എന്നിട്ട് ഇത് 3ഉം പതിയെ അവനിങ്ങനെ നോക്കുന്നതും ഇവന്റെ തലയിൽ ആ ഒരു ഉയരമുള്ള പ്രേതം ഉണ്ടല്ലോ അത് പെട്ടെന്ന് പിടിച്ച് ആ ഒരു പയ്യനെ അവിടെ വെച്ച് കൊല്ലുന്നു. അതോടെ ഈ ഒരു സ്റ്റോറിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിനോട് ആ ഒരു റിപ്പോർട്ടർ പറയുന്നുണ്ട് ഹേയ് ഇതുവരെയും ഇന്റർവ്യൂ സ്റ്റാർട്ടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയില്ല, ഈ ഒരു ചടങ്ങ് തീരുന്നത് വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാവൂ, അമ്മയോട് ഞാൻ തന്നെ ഇന്റർവ്യൂ എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരാം. പക്ഷെ ആ ഒരു റിപ്പോർട്ടർ അത് കേൾക്കുന്നില്ല. ആ ഒരു സമയത്ത് അവള് പതിയെ ആ ഒരു ക്യാമറയെ തിരിച്ച് കാണിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഒരുത്തൻ പെട്ടെന്ന് ഹീറോയിനെ വിളിച്ചിട്ട് ഏയ് നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? അപ്പോൾ ഹീറോയിൻ ചോദിക്കും അല്ല നിങ്ങൾ എന്ത് സമ്മാനം ഇവിടേക്ക് കൊണ്ടുവന്നേ ചോദിക്കുമ്പോൾ അവൻ പറയും നിങ്ങൾക്കൊരു ക്ഷണക്കത്ത് കിട്ടിയിരുന്നു. അപ്പോൾ അവള് പറയും അതെ കിട്ടി, എന്തീ കാണിക്കാൻ പറയുമ്പോൾ ഒരു പേപ്പർ എടുത്ത് അവനിങ്ങനെ കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ ഈ ഒരു പേപ്പർ അവൻ വായിക്കുന്നതും അല്ല നീ എന്താ കൊണ്ടുവന്നതെന്ന് ഹീറോയിനോട് ചോദിക്കുമ്പോൾ ഞാൻ 10,000 രൂപ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, അത് മതിയാവോന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാ ചോദിച്ചതെന്ന് പറയുമ്പോൾ ഓക്കെ നിനക്ക് മറ്റൊരു സന്ദേശം കൂടി കിട്ടണം എന്നും പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു അമ്മയെന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ അവര് പെട്ടെന്ന് വെളിയിലേക്ക് വന്നിട്ട് അവിടെ ഇരിക്കുന്ന അടുത്തൊരു പെൺകുട്ടിയോട് എന്തോ ഒരു സമ്മാനം ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ആ ഒരു പെൺകുട്ടി ഈ ഒരു സമ്മാനം കൊടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഇവിടെ താഴെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു റിപ്പോർട്ടർ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ഇങ്ങനെ കാണുകയാണ്. പക്ഷേ പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, അവൻ അതൊന്നും കാണാൻ കഴിയുന്നില്ല. ആ ഒരു ഡിസ്പ്ലേക്ക് എന്തോ സംഭവിച്ചിട്ട് പിന്നെ ഒന്നും അവന് കാണാൻ കഴിയുന്നില്ല. അതേ സമയം തന്നെ ഇപ്പോ 3ാമത്തെ ആ ഒരു സ്റ്റോറിയും കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ഓരോരുത്തരും കൊണ്ടുവരുന്ന ആ ഒരു സമ്മാനം അത് വെച്ചിട്ട് ഓരോ സ്റ്റോറി ഉണ്ടാവും. അതുപോലെ 3ാമത്തെ സ്റ്റോറിയാണ് ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഹ്വാ യങ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധാരണ ഹൈസ്കൂൾ വിദ്യാർത്ഥിനി, അതുപോലെ അവൾക്കാണെങ്കിൽ 2 സുഹൃത്തുക്കളുണ്ട്. ഒരു കുഴപ്പമില്ലാതെ നല്ലതുപോലെ തന്നെയാണ് അവരുടെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഹ്വാ യങ്ങിന്റെ അച്ഛനും സഹോദരിയും എന്തോ ഒരു അസുഖം കാരണം മരണപ്പെട്ടു. അതിനുശേഷം അവളുടെ സ്വഭാവം തന്നെ മാറിയിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലെ അവളൊരു മുറിക്കകത്ത് തന്നെ ഭ്രാന്ത് പിടിച്ചതുപോലെ കഴിയാൻ തുടങ്ങി. അതുപോലെ വിചിത്രമായിട്ടുള്ള അവൾക്കറിയാത്ത ഭാഷകളെല്ലാം അവൾ സംസാരിക്കാൻ തുടങ്ങുന്നു. ഈ ഒരു സുഹൃത്തുക്കള് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ഏതോ ഒരു സാത്താൻ കയറിയതുപോലെയാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ അമ്മ ഞങ്ങളോട് ഈ പ്രേതങ്ങളെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു ചടങ്ങ് നടത്താനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതിനു മുന്നേ എന്തായാലും അവളിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അവളുടെ റൂമിൽ ഒരു ക്യാമറ വെക്കുന്നു, അത് ലൈവായിട്ട് ഞങ്ങൾ എന്താണ് നടക്കാൻ പോകുന്നത് റെക്കോർഡ് ചെയ്യും, അതേപോലെ തന്നെ എന്നും പറഞ്ഞിട്ട് ഈ ഒരു 2 സുഹൃത്തുക്കളും കൂടി ചേർന്ന് ഹ്വാ യങ് എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ മുറിയിൽ ഒരു ക്യാമറ വെക്കുകയാണ്. എന്നിട്ട് ഇവരായാലും അത് ലൈവായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ലൈവായിട്ട് ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കാണ് ഹ്വാ യങ് എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് മുറിയിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് അങ്ങോട്ട് വരെ നടക്കുന്നു. എന്തൊക്കെയോ അക്കങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ ആ ഒരു പെൺകുട്ടിയുടെ അമ്മ വന്ന് അവളോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഹ്വാ യങ് എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി ഇപ്പോ കട്ടിലിലെ ചുമരിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുന്നതും ഈ 2 പെൺകുട്ടികളുണ്ടല്ലോ അതിലൊരു പെൺകുട്ടി പതിയെ ഈ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിലേക്ക് വന്നിട്ട് അവൾ ആ ഒരു ബൈബിൾ ബുക്കുണ്ട് അതെടുത്ത് അതിലെ ഓരോ വാക്കുകളായിട്ട് ഇങ്ങനെ വായിക്കുകയാണ്. അങ്ങനെ അതിലുള്ള ഓരോ കാര്യങ്ങൾ ഇവളിങ്ങനെ വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഹ്വാ യങ് എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി തല ഇങ്ങനെ തിരിച്ചിട്ട് ആരാണിത് എന്ന് വേറൊരു ശബ്ദത്തിരികളെ ചോദിക്കുന്നു. അപ്പോഴേക്കും ഒരു പെൺകുട്ടിക്ക് മനസ്സിലായി അത് ആ ഒരു പിശാചാണ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു സുഹൃത്തുണ്ടല്ലോ അവളെ വിളിച്ചിട്ട് ഹേയ് നിനക്ക് പിശാചിനെ കാണണോ, ഞാൻ ഈ ഒരു ബൈബിൾ വായിച്ചപ്പോൾ അത് ഉണർന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടി പറയും പിന്നെ നീ വലിയ മന്ത്രവാദിനിയല്ലേ, നീ ബൈബിൾ വായിക്കുമ്പോഴത്തേക്കും ആ ഒരു പിശാച് വരാനായിട്ട്.
അതുകൊണ്ട് ഇനി എന്ത് സംഭവിച്ചാലും എനിക്കതൊന്ന് നോക്കാൻ വയ്യ എന്നും പറഞ്ഞിട്ട് ആ ഒരു പെണ്ണ് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ ഈ ഒരു പെൺകുട്ടി പതിയെ വീണ്ടും ആ ഒരു സിസ്റ്റത്തിന്റെ മുന്നിലേക്ക് വന്നിരുന്നിട്ട് റൂമിനകത്തേക്ക് നിൽക്കുമ്പോൾ അതിനകത്തുള്ള ആ ഒരു പെൺകുട്ടിയെ കാണാനില്ല. ഇവൾ എവിടെ പോയെന്നും പറഞ്ഞിട്ട് നോക്കിയിരിക്കുന്നതും പെട്ടെന്ന് ആ ഒരു സ്ക്രീനിൽ വന്ന് ഇവളെ നേരെ ഇങ്ങനെ കൈ ചൂണ്ടുന്നതും ഈ ഒരു പെൺകുട്ടി തെറിച്ചങ്ങ് പോവാണ്. അതേസമയം വെളിയിലേക്ക് പോയൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളിപ്പോ അവളുടെ ഫോൺ എടുത്തിട്ട് ഈ ഒരു പെൺകുട്ടിയെ വീഡിയോ കോൾ ചെയ്യുന്നു. വേറെ ഒന്നുമല്ല, അവളെയും എന്തോ ഒരു ശക്തി ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അവള് പേടിച്ചിങ്ങനെ ഓടുകയാണ്. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പെൺകുട്ടി ബൈബിളിലെ ആ ഒരു വചനങ്ങളെല്ലാം അത് വായിച്ചതുകൊണ്ടാണ് ആ ഒരു പിശാച് ഇപ്പോൾ വെളിയിലേക്ക് വന്ന് ഇവരോട് അത് നിർത്താനായിട്ട് ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിന്റെ മുന്നിലിരിക്കുന്ന ആ ഒരു പെൺകുട്ടി ഒരിക്കലും അത് നിർത്തത്തില്ല. അവൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് അതിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു പിശാചിന് ഇതൊന്നും സഹിക്കാൻ കഴിയാതെ ഇവരെ രണ്ടുപേരെയും നല്ലതുപോലെ അറ്റാക്ക് ചെയ്യും. ഈ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിലിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ പിടിച്ചിട്ട് അങ്ങനെ മുകളിലേക്ക് ഉയർത്തി ഇങ്ങനെ നിർത്താണ്. അതേപോലെ തന്നെ വെളിയിലേക്ക് പോയ ആ ഒരു പെൺകുട്ടി അവളെയും നല്ലതുപോലെ ഉപദ്രവിക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു പെണ്ണാണെങ്കിലോ ഒരിക്കലും ഇത് നിർത്താതെ കൂടുതലായിട്ടും ആ ഒരു വചനം വായിച്ച് ആ ഒരു പിശാചിനെ കൺട്രോളിലെടുക്കും. എന്നിട്ട് എങ്ങെന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും ഇറങ്ങി പോകാനായിട്ട് ഒരുപാട് തവണ മന്ത്രങ്ങളെല്ലാം പറഞ്ഞ് അവസാനം കാണിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്നും എന്തോ കറുത്തത് വെളിയിലേക്ക് ഇങ്ങനെ പോകുന്നു. അത് ആ ഒരു പിശാചാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് ആ ഒരു പിശാച് ഈ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും വെളിയിലേക്ക് പോകുന്നതും ആ ഒരു പെൺകുട്ടി സമാധാനമായിട്ട് ആ ഒരു കട്ടിലിൽ വന്നിങ്ങനെ കിടക്കാണ്. അപ്പോൾ ഇവരാണെങ്കിലും ഓക്കെ എല്ലാം കഴിഞ്ഞു, ഓക്കെയാണ്, ആ ഒരു പിശാചിനി ഒരിക്കലും അവളുടെ ശരീരത്തിൽ കയറത്തില്ല എന്നും പറഞ്ഞ് ആശ്വസിച്ചിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു ട്വിസ്റ്റ്. പെട്ടെന്ന് എങ്ങെന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ അമ്മ ആ ഒരു മുറിക്കകത്തേക്ക് കയറി വരുന്നു. കാണിക്കുമ്പോൾ ആ ഒരു അമ്മയുടെ ദേഹത്തേക്ക് ഈ ഒരു പിശാചങ്ങ് കയറും. അതുമല്ല, ഇവര് നേരത്തെ ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും ഈ ഒരു പിശാചിനെ വെളിയിലേക്ക് ഇറക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാല് ആ ഒരു പിശാചിനെ കൊണ്ട് തന്നെ അതിന്റെ പേര് പറയിപ്പിച്ച് അവളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുമായിരുന്നു. ഇപ്പൊ കാണിക്കുമ്പോൾ ആ ഒരു അമ്മയുണ്ടല്ലോ, അവരുടെ ശരീരത്തിൽ ആ ഒരു പിശാച് കയറി പതിയെ ഒരു കത്തി എടുത്തിട്ട് കട്ടിൽ കിടക്കുന്ന എങ്ങെന്ന് പറഞ്ഞ ഇവരുടെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ, ആ ഒരു പെൺകുട്ടി ഈ ഒരു പിശാചി കുത്തിയങ്ങ് കൊല്ലും. അത് കഴിഞ്ഞ് നേരെ ഇവരുടെ മുന്നിലേക്ക് വന്നിട്ടാണ് ആ ഒരു കത്തിയെടുത്ത് ഇവരെ നോക്കിയിട്ട് ഇങ്ങനെ പറയും, നിങ്ങൾ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എനിക്കിപ്പോ ഇതുപോലെ പലരുടെ ഉള്ളിലേക്ക് കയറാൻ കഴിയും. പക്ഷെ ഒരിക്കലും എന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്നെ ഇവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് ആ ഒരു സ്ത്രീയുടെ നാവ് അങ്ങനെ പിടിച്ചിട്ട് അതങ്ങ് കട്ട് ചെയ്ത് കളയുന്നതും. ഇപ്പൊ നാവില്ലാതെ എന്തായാലും ഇവർക്ക് ഈ ഒരു പിശാചിന്റെ പേര് പറയാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു പിശാചി ആ ഒരു സ്ത്രീയുടെ ഉള്ളിൽ തന്നെ കഴിയുന്നെന്ന് കാണിച്ച് ഈ ഒരു സ്റ്റോറിയും അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത ആ ഒരു നാവാണ് ഈ ഒരു പെൺകുട്ടി ഇവിടെ സമാനമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം ആ ഒരു റിപ്പോർട്ടർ വീണ്ടും ഹീറോയിനോട് പറയുന്നുണ്ട്, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല, നീ ആ ഒരു ക്യാമറ ഓഫ് ആക്കി ഒന്നുകൂടി ഓണാക്കുക എന്ന് പറയുമ്പോൾ ഹീറോയിൻ ഓക്കെ ഞാനത് ചെയ്യാന്ന് പറഞ്ഞ് അവളുടെ ബാഗിലേക്ക് പിടിക്കുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി ഹീറോയിനെ ഇങ്ങനെ നോക്കാണ്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിലോ ഒന്നും ചെയ്യാതെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കും. ആ ഒരു സമയത്ത് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇവൾ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ അവരെല്ലാവരും അത് പരസ്പരം പറയുന്ന സമയം അതിനകത്തുള്ള ആ ഒരു സ്ത്രീ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട്, പിതാവ് ഇപ്പോ ഉണർന്നിരിക്കുകയാണ്, പിതാവ് ഇപ്പോ വാ തുറന്നു, അതുകൊണ്ട് നിന്റെ സമ്മാനം എന്താണെന്ന് കാണിക്കുക എന്നും പറഞ്ഞ് ഹീറോയിൻ അടുത്തിരിക്കുന്ന ആ ഒരുത്തനുണ്ടല്ലോ, അവനിങ്ങനെ വിളിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിലോ വലിയൊരു പെട്ടിയാണ് കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെ ആ ഒരു പെട്ടിയാണെങ്കിലും ഇവൻ പതിയെ തുറന്ന് അതെന്താണെന്ന് കാണിക്കുമ്പോൾ ആ പെട്ടിക്കുള്ളിൽ എന്താണെന്ന് നമുക്ക് കാണിക്കുന്നില്ല. അതിനെ പറ്റിയുള്ള സ്റ്റോറിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ജീസു എന്ന് പറഞ്ഞൊരു പെണ്ണ്, അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ നിന്നും ഇപ്പോൾ പുതിയൊരു അപ്പാർട്ട്മെന്റ് അവൾ വാങ്ങി. അതാണെങ്കിൽ ഒരു വലിയ വീട് പോലെ ഒരുപാട് മുറികളൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു സ്ഥലത്തേക്ക് അവളുടെ സുഹൃത്തുക്കളെല്ലാം അവളെ കൊണ്ടാക്കിയിട്ട് അവരവിടെ നിന്ന് പോകുന്നതും ജീസു പതിയെ അവളുടെ റൂമിലേക്ക് കയറുകയാണ്. അങ്ങനെ അവളാണെങ്കിലും വീടിനകത്തേക്ക് കയറി റൂമിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ റൂമിനകത്ത് ആരോ ഉള്ളതുപോലെ അവൾ പതിയെ ആ ഒരു ഡോറിലേക്ക് വന്ന് അത് പിടിക്കാനായിട്ട് വരുന്നതും അവളുടെ സുഹൃത്ത് പെട്ടെന്ന് വിളിക്കുകയാണ്. അപ്പോഴേക്കാണ് അവൾ ഫോൺ എടുത്തിട്ട് ആ ഒരു സുഹൃത്തിനോട് പറയുന്നത്, അല്ല എൻ്റെ വീടിനകത്ത് ആരോ ഉള്ളതുപോലെ. അപ്പോൾ ആ ഒരു സുഹൃത്ത് പറയും, അത് പുതിയ വീടല്ലേ, നിനക്ക് ചിലപ്പോൾ തോന്നുന്നതായിരിക്കും, ആരും ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ശബ്ദം കേട്ടതാണെന്ന് പറയുന്നതും ഇവള് റൂം തുറന്ന് നോക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ ആരെയും കാണാനില്ല. ഓക്കെ ഞാൻ എന്തായാലും പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് അവള് ഫോൺ കട്ട് ചെയ്ത് ഈ മെയിൻ ഡോർ അടച്ചിട്ടില്ല, ഓടി വന്ന് അത് അടച്ചിട്ട് അതിന്റെ ആ ഒരു ചെറിയ ഹോളുണ്ട് അതുവഴി വെളിയിലേക്ക് നോക്കുമ്പോൾ വെളിയിലും അങ്ങനെ ആരെയും കാണുന്നില്ല. ഓക്കെ പോവാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ ആരോ തട്ടുന്ന ശബ്ദം. അപ്പോൾ ജീസു ചോദിക്കും, അല്ല ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ അതൊരു സ്ത്രീയാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, അല്ല നിങ്ങളുടെ റൂമിലെ ലൈറ്റുകൾ അണഞ്ഞിട്ടില്ല, ആരാണെന്ന് ചോദിക്കാൻ വന്നതാണ്, നിങ്ങളിവിടെ പുതിയ താമസക്കാരിയാണോ, ഇവിടേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജീസു പറയും, അതെ ഞാൻ മാറിയിട്ടുണ്ട്, സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അല്ല എന്താ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഈ ഒരു വീട്ടിലാണ് ഇതിനു മുന്നേ താമസിച്ചത്. അപ്പോൾ ജീസു ചോദിക്കും, അല്ല അതിനെ, അപ്പോൾ വെളിയിലുള്ള ആ ഒരു സ്ത്രീ നിനക്ക് സുഖമാണോ, കുഴപ്പമൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ അല്ല നിങ്ങൾ എന്താ ഈ പറയുന്നേ. അപ്പോൾ വെളിയിലുള്ള ആ ഒരു സ്ത്രീ പറയും, അല്ല ഇതിന്റെ ഉടമ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ജീസു പറയും, നിങ്ങൾ എന്താ ചോദിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ വെളിയിലുള്ള ആ ഒരു സ്ത്രീ പറയും, ഒരിക്കലും അവിടെയുള്ള ഒന്നും നീക്കം ചെയ്യരുത്, നിങ്ങൾക്ക് മനസ്സിലായോ, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. യഥാർത്ഥ ഉടമ അത് അറിഞ്ഞു കഴിഞ്ഞാല്
നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോ ജീസുവിനൊന്നും മനസ്സിലാവുന്നില്ല. അല്ല ഇവരെന്താ ഈ പറയുന്നേ എന്നും പറഞ്ഞിട്ട് ഡോർ തുറന്ന് നോക്കുമ്പോഴത്തേക്കും വെളിയിൽ ആരെയും കാണാനില്ല. ഷേടാ ഇതാരാന്ന് എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അടുത്ത റൂമിലെ ഒരു ലേഡി അവരുടെ ഡോറ് തുറന്ന് ജീസുവിനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കാണ്. എന്നിട്ട് അവർ ഡോർ അടച്ചു പോകുന്നതും ജീസു അകത്തേക്ക് വന്ന് ഓക്കെ വീട്ടിലുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവൾ നേരെ കിടക്കാനായിട്ട് പോകും. അങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് രാത്രി മുകളിലത്തെ റൂമിൽ നിന്നും ആരൊക്കെ ഓടുന്നൊരു ശബ്ദം. ഈ റൂമിന്റെ മുകളിൽ കിടന്ന് ഓടുമ്പോഴത്തേക്കും താഴെ കേൾക്കുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ ജീസുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ അവൾ പതിയെ അവിടെ നിന്ന് നേരെ മുകളിലത്തെ ആ ഒരു റൂമിലേക്ക് ചെന്നിട്ട് ഡോറിൽ ഇങ്ങനെ തട്ടുമ്പോഴത്തേക്കാണ് നേരത്തെ കാണിച്ചല്ലോ ആ ഒരു ചടങ്ങില് സമ്മാനം കൊണ്ടുവന്ന ഒരുത്തൻ, അവനാണത്. അപ്പൊ അവൻ വന്ന് ഡോറ് വന്നിട്ട് അല്ല എന്തോ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ജീസു പറയും ഇല്ല നിങ്ങളുടെ റൂമില് നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്, ഒന്ന് അടങ്ങിയിരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും എന്ത്, അല്ല നീ നിന്റെ റൂമിൽ എന്താ ചെയ്യുന്നേ? ഇല്ല നിങ്ങളുടെ റൂമിൽ 2-3 പേര് ഓടുന്ന ശബ്ദം കേട്ടു, അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരോടും ഒന്ന് അടങ്ങിയിരിക്കാൻ പറയുമ്പോൾ അവൻ പറയും ഇല്ല ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് എന്താ സംശയമുണ്ടോ, വേണമെങ്കിൽ അകത്ത് കയറി നോക്കിക്കോ എന്ന് പറയുമ്പോൾ ജീസു പറയും ഇല്ല കുഴപ്പമൊന്നുമില്ല ശബ്ദം കേട്ടു അത് പറയാൻ വന്നതാണെന്ന് പറയുമ്പോൾ അവൻ പറയും എല്ലാവരും ഇങ്ങനെ തന്നെയാണല്ലോ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അകത്തേക്ക് വന്ന് നോക്ക് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ജീസു പറയും ഇല്ല സോറി എനിക്ക് തെറ്റിയതായിരിക്കും എന്നും പറഞ്ഞ് അവള് പതിയെ താഴേക്കിറങ്ങി വരുമ്പോൾ അവിടെ ഒരു ലേഡി നിൽക്കുന്നു. അത് വേറെ ആരുമല്ല, അത് ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ ഉടമസ്ഥയാണെന്ന് തോന്നുന്നു. ഹീറോയിൻ ആണെങ്കിലും പതിയെ അവരുടെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ അവരുടെ ദേഹത്ത് എന്തൊക്കെയോ പൊടി പറ്റിയതുപോലെ അവരിങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ജീസു ആണെങ്കിൽ അതൊന്നും വലിയ കാര്യമാക്കാതെ റൂമിനകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് കയറിയ ജീസു പതിയെ ആ ഒരു ഡോറിന്റെ ഹോൾ വഴി വെളിയിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്നങ്ങ് പേടിച്ചു പോകും. വേറെ ഒന്നുമല്ല, ആ ഒരു സ്ത്രീ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ജീസു ഈ ഒരു കാര്യങ്ങളെല്ലാം അവളുടെ സുഹൃത്തിനോട് പറയും. അപ്പോഴാണ് ആ ഒരു സുഹൃത്ത് പറയുന്നത് അത് വേറെ ഒന്നല്ല, നീ ഒരു ചെറിയ റൂമിലല്ലേ താമസേ, എന്നിട്ട് ഇത്രയും വലിയൊരു വീട്ടിലേക്ക് മാറിയപ്പോൾ ഒരുപാട് മുറികളെല്ലാം ഉള്ളത് കൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നതാണ്. അങ്ങനെ തന്റെ സുഹൃത്തിനോട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൾ തിരിച്ച് ആ ഒരു വീട്ടിലേക്ക് നടന്നു വരുമ്പോഴത്തേക്കാണ് മുകളിലത്തെ റൂമിൽ താമസിക്കുന്ന ആ ഒരുത്തനുണ്ടല്ലോ അവൻ ഇവളെ കാത്തിങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഇവളായാലും നടന്നു പോകുമ്പോൾ അവളുടെ പുറകെ തന്നെ നടക്കുമ്പോഴത്തേക്കാണ് അവൾ ചോദിക്കുന്നത് അല്ല നിങ്ങൾ എന്താ എന്റെ പുറകെ ഇങ്ങനെ വരുന്നേ? അപ്പോൾ അവൻ പറയും ഇല്ല ഞാൻ എന്റെ റൂമിലേക്ക് പോവാണ്, ശരി നിങ്ങൾ മുന്നിലേക്ക് പോയിക്കോ എന്നും പറഞ്ഞ് അവനെ പറഞ്ഞ് മുന്നിലേക്ക് വിടുമ്പോൾ അവൻ കുറച്ചു ദൂരം മുന്നിലേക്ക് ചെന്നിട്ട് ഓക്കെ നിങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ല എന്തു പറ്റി? ഇല്ല ഒരു കാര്യം ഉണ്ടായിരുന്നു, പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല, അല്ല എന്താണെന്ന് പറയ്. ഏയ് ഒന്നുമില്ല, നിങ്ങൾ എന്തായാലും വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടന്നങ്ങ് പോവാണ്. അവൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അന്ന് രാത്രിയായാലും ജീസു നല്ലതുപോലെ പേടിക്കുന്നുണ്ട്, കാരണം ഇന്നലെ രാത്രി നടന്ന ആ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ അവള് ഓക്കെ എന്തായാലും വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവള് പോയി കിടന്ന് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്താണ് രാത്രിയാവുമ്പോൾ അവളുടെ റൂമിനടുത്ത് ആരോ ഒരാളിങ്ങനെ നിൽക്കുന്നു. ഇത് കാണുന്നതും ജീസു നല്ലതുപോലെ കണ്ണടിച്ച് അരങ്ങാതെ ഇങ്ങനെ കിടക്കാണ്. നല്ലതുപോലെ പേടിക്കുന്നുണ്ട്, കൈയെല്ലാം ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിച്ച്. കുറച്ച് കഴിഞ്ഞിട്ട് അവള് പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോ ഓഹോ അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു ആ ഒരു രൂപം. എന്നിട്ട് അവള് കണ്ണു തുറക്കുമ്പോഴത്തേക്കും ദേ ഇതുപോലെ. എന്നിട്ട് അവള് കണ്ണു തുറക്കുന്നതും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യവും തന്റെ സുഹൃത്തിനോട് ഇങ്ങനെ പറയും ഇതുപോലെ എന്തായാലും ആ ഒരു മുറിക്കകത്തൊരു ഗോസ്റ്റ് ഉണ്ട്, അതിന് ഞാൻ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കാണ് ആ ഒരു സുഹൃത്ത് പറയുന്നത്. അപ്പൊ ആ ഒരു സുഹൃത്ത് പറയും ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, എന്റെ മുത്തശ്ശി പണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇതൊരു ആചാരമാണ്, ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നിന്റെ വീടിനകത്ത് പ്രേതം ഉണ്ടോ ഇല്ലെന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ആദ്യം വീട്ടിലെ എല്ലാ വാതിലുകളും ജനാലകളും എല്ലാം നല്ലതുപോലെ അടയ്ക്കുക. എന്നിട്ട് ഓരോ ചെറിയ മുറിയുടെ മുന്നിൽ ചെന്നിട്ട് ഇതെന്റെ മുറിയാണ് അല്ലെങ്കിൽ ഇതെന്റെ കുളിമുറിയാണ് ഇങ്ങനെയെല്ലാം പറയണം എന്ന് പറയുമ്പോൾ ജീസു ചോദിക്കുന്നുണ്ട് അല്ല നീ കാര്യമായിട്ട് പറയണോ, പിന്നെന്താ തമാശയാണോ, നീ ചെയ്ത് നോക്കുമെന്ന് പറയുന്നത്. അന്ന് രാത്രി തന്നെ ജീസു വീട്ടിലേക്ക് ചെന്നിട്ട് കുളിമുറിയുടെ ഡോർ തുറന്നിട്ടാണ് ഹലോ ഇതാണ് എന്റെ കുളിമുറി എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് കിച്ചണിലേക്ക് ചെന്ന് ഹലോ ഇതാണ് എന്റെ കിച്ചൺ. അതേപോലെ തന്നെ അവൾ കിടക്കുന്ന ആ ഒരു റൂമിലേക്ക് ചെന്നിട്ട് ഹലോ ഇതാണ് ഞാൻ കിടക്കുന്ന ആ മുറി എന്നെല്ലാം പറഞ്ഞ് അവസാനം ആ ഒരു ഡോറിനടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ആ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം ഓർത്തു നോക്കാണ്, ഒരിക്കലും ഡോർ തുറക്കരുത്, ഹലോ ഇതെന്റെ വീടാണ് എന്ന് പറയുമ്പോൾ വെളിയിൽ നിന്നും എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേ ഉറപ്പിച്ചോ ഇതിനകത്ത് ഗോസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ അതുപോലെ തന്നെ ജീസു ഡോറിനടുത്തേക്ക് വന്നിട്ട് ഹലോ ഇതെന്റെ വീടാണെന്ന് ഇങ്ങനെ പറയുന്നതും വെളിയിൽ നിന്ന് അങ്ങനെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. ഓക്കെ സമാധാനപ്പെട്ട് ബാക്കിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഡോറിലടിക്കുന്ന ശബ്ദം. ജീസു പേടിച്ചിട്ട് ഇതാരാന്ന് ചോദിക്കുമ്പോൾ വെളിയിൽ ആ ഒരു സ്ത്രീ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വീട്ടിൽ താമസിക്കുകയാണോ? അല്ല നിങ്ങൾ ആരാ? ഞാനാണ് ഇതിനു മുന്നേ ഈ ഒരു വീട്ടിൽ താമസിച്ചത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇല്ല നീ ഇപ്പൊ തന്നെ വാതിൽ തുറക്ക്. ഇല്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പേടിക്കത്തില്ല. ഇല്ല നിങ്ങൾ വാതിൽ തുറക്ക്, ഇപ്പൊ തന്നെ തുറക്കാൻ പറയുമ്പോൾ ജീസു ആയാലും പെട്ടെന്ന് ദേഷ്യം വന്ന ആ ഒരു വാതിൽ തുറക്കുന്നതും ഇവർ നേരെ മുറിക്കകത്തേക്ക് കയറി വരികയാണ്. അങ്ങനെ അവരകത്തേക്ക് കയറി വന്ന് ഓരോ മുറിയും നല്ലതുപോലെ ഇങ്ങനെ പരിശോധിക്കുന്നു. എന്നിട്ട് പറയും നിങ്ങളിവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, റൂമെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കുന്നുണ്ടോ? അപ്പോൾ ജീസു ചോദിക്കും അത് നിങ്ങൾ എന്തിനാ തിരക്കുന്നേ? അതെ ഞാൻ നല്ല വൃത്തിയുള്ള ഒരാളാണ്, അതുകൊണ്ടാ ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് എല്ലാ മുറിയും നല്ലതുപോലെ ഇങ്ങനെ പരിശോധിക്കും. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല.
അങ്ങനെ ഒരു മുറിക്കകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കാണ് ജീസു പറയുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോൾ അവർ ജീസുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഓക്കെ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേക്ക്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു വീട്ടിലൊരു കൊലപാതകം നടന്നിട്ടുണ്ട്. അതുമല്ല അവര് മരിച്ച ആളുടെ ശരീരഭാഗങ്ങൾ പലയിടങ്ങളിൽ നിന്നായിട്ട് കണ്ടെത്തി. പക്ഷെ അവർ കണ്ടുപിടിക്കാത്ത ഒരേ ഒരു കാര്യം ആ ഒരു വ്യക്തിയുടെ തല മാത്രമായിരുന്നു. അങ്ങനെ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് പേടിക്കുമ്പോഴത്തേക്കും ഈ ഒരു വീടിനകത്തെ ലൈറ്റ് എല്ലാം അണയാണ്. അപ്പോഴേക്കും ആ ഒരു സ്ത്രീ പെട്ടെന്ന്, ഇല്ല ഞാനൊന്നും ചെയ്തില്ല എന്നെ വേദനിപ്പിക്കരുതെന്നെല്ലാം പറഞ്ഞ് പെട്ടെന്ന് കരഞ്ഞാലറി വിളിച്ച് അവർ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നതും ജീസു ആണെങ്കിലോ പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഓടി ഓടി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഇവിടെ വേറൊരു സ്ത്രീയെ കണ്ടിരുന്നല്ലോ. ആ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവർ ചോദിക്കും, അവൾ എന്താ നിന്നോട് പറഞ്ഞു ചോദിക്കുമ്പോൾ ജീസു പറയും, ഇല്ല ആ ഒരു വീട്ടിൽ ഇതിനു മുന്നേ ഒരു കൊലപാതകം നടന്നതായിട്ട് പറഞ്ഞു, അതാണ് അവരെന്നോട് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ഈ ഒരു ലേഡി പറയും, ശരി അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള അമ്മുലറ്റ് അതെല്ലാം നീക്കം ചെയ്യാൻ പറയുന്നതും. അങ്ങനെ ജീസു ആണെങ്കിൽ മുകളിലേക്ക് ഓടി ചെന്നിട്ട് ഈ ഒരു അമ്മുലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നി ഈ മന്ത്രങ്ങളൊക്കെ എഴുതിയ ഒരുപാട് പേപ്പറുകളുണ്ടല്ലോ, നമ്മൾ ഒരുപാട് സിനിമകളിൽ അത് കാണുന്നുണ്ട്. ആ ഒരു പേപ്പറുകളാണ് ഇത് വീടിന്റെ പല ഭാഗങ്ങളിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം വലിച്ചിളക്കിയിട്ട് അതെല്ലാം കൂട്ടിയിട്ട് അങ്ങ് കത്തിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു വീടിന്റെ ചുമര് ഭാഗത്ത് ഈ ഒരു വാൾ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. അവിടേക്ക് വന്നിങ്ങനെ വലിച്ചിളക്കുമ്പോഴത്തേക്കാണ് അതിനുള്ളിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ജീസു അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നതും പുറകിൽ ആരോ വന്നതുപോലെ ജീസു പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ താഴെ കണ്ട ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരാണ്. എന്നിട്ട് അവര് പറയും, ഇവിടേക്ക് വന്ന ആ ഒരു വ്യക്തി അതാരാണെന്നറിയോ, അതൊരു പ്രേതമാണെന്നിങ്ങനെ പറയുന്നതും പെട്ടെന്ന് മറ്റൊരു സൈഡിൽ നിന്നും ആ ഒരു പ്രേതം വന്ന് അവളെ തല താഴേക്കിടുമ്പോൾ ഈ ഒരു സ്ത്രീ അവളുടെ മുകളിലേക്ക് കയറിയിരുന്ന് അവളെ ഇങ്ങനെ കൊല്ലുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മുകളിലത്തെ റൂമിലുള്ള ആ ഒരു തടിയനുണ്ടല്ലോ അവൻ പെട്ടെന്ന് താഴേക്ക് ജീസുവിന്റെ മുറിയിലേക്ക് വന്നിട്ട് ഡോർ തട്ടുമ്പോൾ ആരും തുറക്കുന്നില്ല. അതേസമയം ഉള്ളിൽ കാണിക്കുമ്പോൾ ജീസു അവിടെ മരിച്ചിടക്കുന്നു. കാണിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ ശരീരം മാത്രം വലിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ തല മാത്രം അവിടെ ഉണ്ട്. അങ്ങനെ ആ ഒരു സ്റ്റോറിയും അവിടെ വെച്ച് അവസാനിക്കുമ്പോൾ ഇവിടെ വീണ്ടും പ്രസന്റില് നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു തടിയൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് സത്യം പറഞ്ഞാൽ ജീസുവിന്റെ തലയില്ലാത്ത ശരീരമാണ്. അതേസമയം ഇവിടെ താഴെ ആ ഒരു റിപ്പോർട്ടർ അയാൾ പതിയെ മുകളിലേക്ക് കയറി വന്ന് ഈ ഒരു റൂം തുറക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ തുറക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അയാൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബിൽഡിങ്ങിന്റെ സൈഡിലൂടെ ഈ ഒരു ജനാല വശമുണ്ടല്ലോ അവിടേക്ക് ചെന്ന് ഈ ഒരു ജനാല തുറന്ന് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കും. കാരണം ഹീറോയിൻ ഇത്ര നേരമായിട്ട് റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇയാൾ ഇവിടേക്ക് വന്നത്. ആ ഒരു സമയത്ത് ഇതിനകത്തുള്ളൊരു പെണ്ണ് അയാളെ കണ്ടിട്ട് പെട്ടെന്ന് ആ ഒരു സ്ത്രീയോട് പറയും, അമ്മ ഇതിനകത്തേക്ക് ആരോ വന്നു എന്നിങ്ങനെ പറയുമ്പോൾ അയാൾ പെട്ടെന്ന് ഇത് കണ്ട് പേടിച്ച് നേരെ താഴേക്ക് ഓടുകയാണ്. ഇവർ വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആരെ കാണാനില്ല. അതേസമയം വീണ്ടും അഞ്ചാമത്തെ ആ ഒരു സ്റ്റോറി അത് കാണിക്കുമ്പോൾ ഒരു അലാറം കേട്ട് ഒരു പയ്യൻ ഇങ്ങനെ കണ്ണു തുറക്കാണ്. അതുമല്ല കട്ടിൽ നിന്ന് കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവന്റെ കഴുത്തിൽ എന്തോ ഒരു കയറിട്ടിട്ടുണ്ട്. ഈ ഒരു സ്റ്റോറിയുടെ പേരും അതാണ് കയർ. അപ്പൊ അവനാണെങ്കിലോ മനസ്സിലാവുന്നില്ല ഇപ്പൊ എവിടെയാണെന്ന്. സാധാരണ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്നതുപോലെ നോക്കുന്നു. പക്ഷെ അവന്റെ കഴുത്തിലൊരു കയറിട്ടിട്ടുണ്ട്. അത് ഊരാൻ കഴിയത്തില്ല. ആ ഒരു കയറിന്റെ അറ്റം അവിടെയുള്ള ആ ഒരു ചുമരിന്റെ ഹോളിലൂടെ മറ്റൊരു വശത്തേക്കാണ് പോയിരിക്കുന്നത്. ചേട്ടാ ഇതെന്ത് പറ്റിയെന്നും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ആ ഒരു കയറിലേക്ക് പിടിച്ച് എന്താണെന്നറിയാൻ വേണ്ടി ഒരൊറ്റ വലി പെട്ടെന്ന് അപ്പുറത്ത് നിന്നും ഒരു പെണ്ണ് കരയുന്ന ശബ്ദം. ഏയ് എന്താണെന്നും പറഞ്ഞ് പതിയെ നടന്നിട്ട് ആ ഒരു ഹോളിനടുത്തേക്ക് വന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്ന് ആരോ തിരിച്ച് ഇവനെ നോക്കുന്നു. ഇവൻ പെട്ടെന്ന് പേടിച്ച് പുറകിലേക്ക് പോയിട്ട് വീണ്ടും വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ചുമരിനപ്പുറത്തായിട്ട് മറ്റൊരു പെണ്ണുണ്ട്. ആ ഒരു പെണ്ണിന്റെ കഴുത്തിൽ ഈ ഒരു കയറിന്റെ മറ്റേ അറ്റം കെട്ടിയിട്ടേക്കാണ്. അപ്പോഴാണ് ഈ ഒരു പയ്യന് മനസ്സിലാവുന്നത്, ഓക്കെ ഇങ്ങനെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ആ ഒരു പെണ്ണിനോട് സംസാരിക്കാന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവള് പെട്ടെന്ന് ആ ഒരു കയറിൽ പിടിച്ച് വലിക്കുന്നു. അപ്പോൾ അവൻ പറയും, ഏയ് നിർത്ത് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പെണ്ണ് പീസു എന്ന് പറഞ്ഞിട്ട് കിടന്ന് കരയാണ്. അപ്പോൾ അവൻ ചോദിക്കും, എന്താ പീസു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എൻ്റെ നായയാണെന്നും പറഞ്ഞിട്ട് അവൾ കരയുമ്പോൾ അവൻ പറയും, നമുക്ക് എന്തായാലും ഈ ഒരു കയർ എങ്ങനെ അഴിക്കാമെന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് നായ നോക്കിയാൽ പോലെ എന്ന് ചോദിക്കുമ്പോൾ അവൾ വാശി പിടിച്ച് കരയാണ്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇല്ല മുറിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറയുമ്പോൾ അവൾ പറയും, ഇല്ല ഞാനൊന്നും കണ്ടില്ല, ഈ ഒരു റൂമിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും, ശരി ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ അവൻ്റെ ഫോൺ ഇരിക്കുന്നു. അപ്പോൾ അവൻ പറയും, ഓക്കെ ഞാനിപ്പോൾ ഫോൺ എടുക്കാൻ പോവാണ്, പിടിച്ചു നിൽക്കാൻ പറഞ്ഞിട്ട് ഇവൻ നടന്ന് ആ ഒരു ഫോണിനടുത്തേക്ക് വരികയാണ്. അതേസമയം ഇവിടെ ആ ഒരു കയർ നല്ല രീതിയിൽ ടൈറ്റ് ആവുന്നുണ്ട് ഈ ഒരു പെണ്ണിന്റെ കഴുത്തിൽ. കാരണം അത്ര മാത്രമേ ഉള്ളൂ. അവനാണെങ്കിലോ കാലുകൊണ്ടെത്തുന്നു കൈ കൊണ്ടെത്തുന്നു വലിച്ചു ഈ ഒരു പെണ്ണിനെ കഴുത്ത് നല്ലതുപോലെ ഇറുകുന്നുണ്ട്. അവനാണെങ്കിൽ ആ ഒരു ഫോൺ എടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വലിച്ചു അവസാനം ആ ഒരു ഫോണിൽ തട്ടുന്നതും ആ ഫോൺ വന്നങ്ങ് നേരെ താഴെ വീഴും. അതുപോലെ ഇതിനു മുന്നേ തന്നെ ഈ ഒരു റൂമിലെ സ്ക്രീനിൽ ഒരു ടൈമർ സ്റ്റാർട്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ടൈമർ അവസാനിക്കുമ്പോൾ പെട്ടെന്ന് അവൻ തെറിച്ച് ആ ഒരു ചുമരിനടുത്തേക്ക് വീഴാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആ ഒരു പെണ്ണാണ് വലിക്കുന്നത് തിരിച്ച്. കാരണം അവളുടെ റൂമിൽ എന്തോ ഒരു ടൈമർ സ്റ്റാർട്ടായി, അതിനു മുന്നേ എന്തൊക്കെയാ ചെയ്യണം, അതിനുവേണ്ടി ആ ഒരു പെണ്ണിങ്ങനെ വലിക്കുന്നു. കാണിക്കുമ്പോൾ വീണ്ടും ഇവന്റെ മുറിയിൽ ആ ഒരു ടൈമർ സ്റ്റാർട്ട് ആകുമ്പോൾ ഇവൻ തിരിച്ചു വലിക്കുകയാണ്.
എന്നിട്ട് ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ട്യൂബ് ലൈറ്റ് ഉണ്ട്. അത് പൊട്ടിച്ചിട്ട് അത് വെച്ച് ഈ ഒരു കയറിറക്കാന്നും പറഞ്ഞ് ആ ഒരു ട്യൂബ് ലൈറ്റ് എടുക്കാൻ വേണ്ടി അവൻ മുകളിലേക്ക് കയറിയിട്ട് അതിങ്ങനെ വലിക്കുന്നതും ഈ ഒരു പെണ്ണ് മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഗിറി നിൽക്കാണ്. പക്ഷെ ഇവനത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. ആർക്കെങ്കിലും ഒരാൾക്ക് രക്ഷപ്പെട്ടല്ലേ പറ്റൂ. അങ്ങനെ അവനത് വലിച്ച് താഴേക്ക് വീണ് അത് പൊട്ടുന്നതും അതിൽ നല്ല നീളുള്ളൊരു പീസ് ഉണ്ട്. അതെടുക്കാന്നും പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ കൈ എത്തുന്ന സമയത്ത് ഈ ഒരു പെണ്ണിന് ദേഷ്യമായിട്ട് അവൾ പെട്ടെന്ന് തിരിച്ചു വലിക്കാൻ തുടങ്ങും. അതുപോലെ വലിച്ചിട്ട് അവൾ ഇവനെ കൊല്ലാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ആ ഒരു രീതിയിൽ ഇവള് നല്ലതുപോലെ വലിക്കാൻ തുടങ്ങും. ഈ ഒരു പയ്യനാണെങ്കിൽ ഇറുകി മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ അവനങ്ങനെ നിൽക്കുന്നതും ഇവള് മുന്നിലേക്ക് ചവിട്ടി രക്തം കിടപ്പുണ്ട്. അതിലേക്ക് ചവിട്ടി അവളെ തന്നെ താഴേക്ക് ഒന്ന് വീഴുമ്പോൾ ഇവന് ദേഷ്യം വന്ന് ഒരൊറ്റ വലി. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ ഈ ഒരു പെണ്ണ് അടുത്തുള്ള ആ ഒരു കട്ടിലിനടിയിലേക്കാണ് കയറി പോകുന്നത്. ഇവൻ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും അവളുടെ നടുവെല്ലാം ഒടിഞ്ഞിട്ട് ആ ഒരു കട്ടിലിൽ ചേർന്നിരുന്ന ആ ഒരു പെണ്ണ് അവിടെ വെച്ചങ്ങ് മരിക്കുകയാണ്. അതുപോലെ ഇവൻ ആ ഒരു പീസ് കയ്യെത്തിയെടുത്ത് അത് വെച്ച് ഈ ഒരു കയർ എങ്ങനെയെങ്കിലും അറുത്തങ്ങ് കളയുകയും ചെയ്യും. അങ്ങനെ ആ ഒരു കയർ അറുത്തിട്ട് അവൻ ആശ്വസിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോൾ വീണ്ടും ആ ഒരു ടൈമർ സ്റ്റാർട്ട് ആവുകയാണ്. ഇവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. വേറെ ഒന്നുമല്ല, ഇപ്പൊ ആ ഒരു കയറുള്ളത് അവന്റെ കയ്യില് കാണിക്കുമ്പോൾ അവന്റെ മുന്നിലായിട്ട് ഒരുപാട് കയറുകൾ വരിഞ്ഞു മുറിയേനെ നിൽക്കാണ്. അപ്പൊ എന്തായാലും ഈ ഒരു കെണിയിൽ നിന്നും അവന് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് മനസ്സിലായി. ഈ ഒരു സ്റ്റോറിയും അവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ അവിടെ നിന്നും കളക്ട് ചെയ്ത കുറച്ച് രക്തമാണ് വേറൊരാൾ ഇവിടേക്ക് സമ്മാനമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആ റിപ്പോർട്ടറിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് തിരക്കിലാണ്, എനിക്ക് മുകളിലേക്ക് വരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് അവൻ വേറെ ആരെയോ വിളിച്ച് എന്തോ ക്യാമറ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ പറയും. ആ ഒരു സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോയിനോട് ആ ഒരു സ്ത്രീ പറയും, ശരി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനം എന്താണ്, അത് കൊണ്ടുവന്ന് കാണിക്കാൻ പറയുമ്പോൾ ഹീറോയിൻ മുന്നിലേക്ക് വന്നിരുന്നിട്ട് അവൾ കൊണ്ടുവന്നത് ആ ഒരു പണമാണല്ലോ. അതുകൊണ്ട് എന്നിട്ടാണ് ഹീറോയിൻ പെട്ടെന്ന് തുറന്നടിച്ച് അമ്മ എനിക്ക് ആ ഒരു കവറിനുള്ളിൽ എന്താണെന്ന് കാണാൻ കഴിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു സ്ത്രീ പെട്ടെന്ന് എന്ത് നിങ്ങൾ പിതാവിനെ സംശയിക്കാണോ? ഇല്ല, നിങ്ങൾ ആരോടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു റിപ്പോർട്ടറാണ്, നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കത് കാണണമെന്ന് പറയുമ്പോൾ ആ ഒരു സ്ത്രീ പറയും ഒരിക്കലും അത് നടക്കത്തില്ല എന്ന് പറയും. അപ്പോൾ ഹീറോയിൻ പറയും നിങ്ങളത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാനത് തുറന്ന് നോക്കുമെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ബാക്കിയുള്ളവരെല്ലാവരും കൂടി വന്ന് നമ്മുടെ ഹീറോയിനെ പിടിക്കുകയാണ്. എന്നിട്ട് പറയും നീ എന്തെങ്കിലും ഒരു സമ്മാനം പിതാവിന് വേണ്ടി കൊണ്ടുവന്നേ പറ്റൂ, അത് ആവശ്യമാണെന്നും പറഞ്ഞ് ഇപ്പൊ ആ ഒരു സ്ത്രീ അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്ന് ഹീറോയിനെ പിടിച്ചു വെക്കുമ്പോൾ ഹീറോയിൻ ആ ഒരു റിപ്പോർട്ടറിനോട് പറയുന്നുണ്ട് പ്ലീസ് സാർ ഇവിടേക്ക് വാ, എന്നെ രക്ഷിക്കുന്നെല്ലാം പറയുന്നതും അവനാണെങ്കിൽ അതൊന്നും കാര്യമാക്കുന്നില്ല. അങ്ങനെ ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരൊരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് പതിയെ ഹീറോയിന്റെ അടുത്തേക്ക് ഒന്ന് എന്തോ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. എന്നിട്ട് അത് സമ്മാനമാണെന്നും പറഞ്ഞ് ആ ഒരു പിതാവിന്റെ അടുത്തേക്ക് കാണിച്ചിട്ട് ഇവരെല്ലാവരും കൂടി പ്രാർത്ഥിക്കുമ്പോഴത്തേക്കാണ് ഹീറോയിന്റെ 2 ചെവിയാണ് അവർ മുറിച്ചെടുത്തിട്ടുള്ളത്. ഹീറോയിൻ ആണെങ്കിൽ ഒരിടത്ത് മിണ്ടാതിരിക്കുന്നു. അങ്ങനെ എല്ലാ പ്രാർത്ഥനയും കഴിഞ്ഞ് ആ ഒരു സ്ത്രീ ഇപ്പോൾ ഇവരോട് പറയും ശരി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് പിതാവിനോട് പറയാൻ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് നല്ല ജീവിതം കിട്ടണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടണം, ഇതൊക്കെ ആയിരിക്കും അവരുടെ ആഗ്രഹങ്ങൾ എന്നാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. സത്യത്തില് ഇതേതോ ഒരു പിശാചായിരുന്നു. അതിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടും അതിനോട് ഇവരുടെ ആഗ്രഹങ്ങൾ നടത്തി തരാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും പലരുടെയും ശരീരഭാഗങ്ങളായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് ഓരോരുത്തരും പറയുന്നത് എന്റെ അമ്മ മരിക്കണം, എന്റെ സഹോദരൻ മരിക്കണം, അതേപോലെ തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവർ ഓരോരുത്തരും മരിക്കണമെന്നുള്ള രീതിയിലാണ് എല്ലാവരും അവരുടെ ആഗ്രഹം പറഞ്ഞിപ്പോ കരയുന്നത്. കാരണം ചിലർക്ക് പണത്തിന്റെ ആവശ്യം, ചിലർക്ക് അവരോടുള്ള പ്രതികാരം, ഇങ്ങനെ ഓരോ കാര്യങ്ങള്. നല്ല ആൾക്കാരില്ലേ? അങ്ങനെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ അവർ പറഞ്ഞതിന് ശേഷം ഇപ്പോ നമ്മുടെ ഹീറോയിനോട് അവളുടെ ആഗ്രഹം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കാണ്. അതേസമയം ഇവിടെ താഴെ റിപ്പോർട്ടറിനെ കാണിക്കുമ്പോൾ അവൻ വേറെ ആരോട് ക്യാമറ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാമറ എല്ലാം വാങ്ങി റിപ്പോർട്ടർ പതിയെ ഈ ഒരു മുറിക്കകത്തേക്ക് കയറി വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ ആരെയും കാണാനില്ല. എല്ലാവരും എവിടെ പോയെന്ന് അറിയത്തില്ല. അങ്ങനെ നടന്ന ആ ഒരു കവർ കിടക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടേക്ക് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ മാത്രം അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് നീ ഇവിടെ എന്താ ചെയ്യുന്നേ, വാ നമുക്ക് പോവാം, അവരെല്ലാം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ എഴുന്നേറ്റിട്ട് പിതാവേ അവനെ കൊല്ല്, പിതാവേ അവനെ കൊല്ല് എന്ന് മാത്രം ഇങ്ങനെ പറയാണ്. വേറെ ഒന്നുമല്ല, ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ ഹീറോയിനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നീ പറയേ, നിനക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും പിതാവ് നടത്തി തരും. നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ ഒരു അവസ്ഥയിലാക്കിയല്ലോ, അവൻ എന്ത് ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ അവൻ എന്ത് കിട്ടണം എന്ന് ആഗ്രഹിച്ചാലും അതിവിടെ നടക്കുമെന്ന് ഇങ്ങനെ പറയുന്നതും ആ ഒരു കാര്യമാണ് ഹീറോയിൻ ഇപ്പൊ ഇവിടെ പറയുന്നത്. വേറെ ഒന്നുമല്ല, ഈ ഒരു റിപ്പോർട്ടർ ഉണ്ടല്ലോ അയാൾ മരിക്കാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ 2-3 തവണ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഈ ഒരു റിപ്പോർട്ടറിന് എന്തോ സംഭവിക്കുന്നു. പതിയെ അവൻ വേദന കാരണം ഇഴഞ്ഞിഴഞ്ഞ് താഴേക്ക് വന്ന് വീണിട്ട് അവിടെ നിന്നും ഇഴഞ്ഞിഴഞ്ഞ് മുന്നിലേക്ക് പോവാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ആ ഒരു റിപ്പോർട്ടറിന്റെ തല പൊട്ടി അങ്ങ് തെറിയുന്നതും ഹീറോയിൻ പറഞ്ഞ ആ ഒരു കാര്യം നടന്നു. കാരണം ഹീറോയിൻ ഇപ്പൊ ഇവിടേക്ക് വന്ന് ഇവൾക്ക് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണം തന്നെ ഈ ഒരു റിപ്പോർട്ടറാണ്. അതുകൊണ്ടാണ് അവനെ കൊല്ലണമെന്നും പറഞ്ഞ് ഹീറോയിൻ പ്രാർത്ഥിച്ചത്. അതേ സമയം അവിടെ പിതാവെന്നും പറഞ്ഞിട്ട് എന്തോ ഒന്നിനോട് ഇവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ, അതിന്റെ കൈ മാത്രം ഇപ്പൊ മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വരികയാണ്. കാരണം ഇവര് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ആ ഒരു പിശാചിന് കൊടുക്കുന്ന ആ ഒരു ശരീരഭാഗങ്ങളുണ്ടല്ലോ
അതെല്ലാം വെച്ച് ഈ ഒരു പിശാചും ഒരു രൂപമായിട്ട് ഇങ്ങനെ മാറുകയാണ്. അങ്ങനെ ഹീറോയിനും ചെന്നിട്ട് അതിന്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുന്നതും ബോഡി പാർട്സ് എന്ന് പറഞ്ഞ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. വേറെ ഒന്നല്ല, ഓരോരുത്തർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നല്ല ആഗ്രഹമല്ല, വളരെ മോശമായിട്ടുള്ള ആഗ്രഹം, മറ്റുള്ളവരെ കൊല്ലുക, ഉപദ്രവിക്കുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലും ശരീരഭാഗങ്ങൾ കൊണ്ടുവന്ന് അത് വെച്ച് ഈ ഒരു പിശാചിനെ ആരാധിച്ച് അതിന് സമ്മാനമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹമെല്ലാം നടക്കും. ആ ഒരു രീതിയിലാണ് ഈ ഒരു കൂട്ടം ഇവിടെ ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വന്ന നമ്മുടെ ഹീറോയിനെ അതുമല്ല ആ ഒരു ശരീരഭാഗങ്ങൾ വെച്ച് തന്നെ ആ ഒരു പിശാചി വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. അതാണ് ഇപ്പൊ അവസാനമായിട്ട് നമ്മൾ കണ്ടത്. അപ്പൊ അത്രയുള്ള ഈ ഒരു മൂവി എങ്ങനെയുണ്ടായിരുന്നു? ഡിഫറെന്റ് ആയിട്ട് ക്ലീഷേ ആയിട്ടുള്ള ഒരുപാട് ഹൊറർ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഇനിയും ഇതുപോലെ അധികം അങ്ങനെ നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ലാത്ത ഈ ക്ലീഷേ സിനിമകളുണ്ടല്ലോ, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മൂവീസ് ഉണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ടാണ്. അതിപ്പം മാത്രമല്ല, ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ തന്നെ ഞാൻ അത്തരത്തിലുള്ള മൂവീസ് മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കാറുള്ളൂ. അപ്പൊ അതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവീസ് ഇനിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.